നമസ്കാരം, എല്ലാവർക്കും PSC ഇൻഫ്ലുവൻസറിന്റെ പുതിയ ഒരു സൗജന്യ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ രഞ്ജിത്താർ കരുനാഗപ്പള്ളി. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് 2022, 23, 24 വർഷങ്ങളിലെ പ്രധാനപ്പെട്ട ആനുകാലിക വിവരങ്ങൾ. എല്ലാ മത്സര പരീക്ഷകൾക്കും, ഇനി വരാൻ പോകുന്ന മുഴുവൻ മത്സര പരീക്ഷകൾക്കും, അത് സെക്രട്ടേറിയറ്റ് OA ആയിക്കോട്ടെ, 10th ലെവൽ ആയിക്കോട്ടെ, 12th ലെവൽ ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, ഏത് മത്സര പരീക്ഷ ആയിക്കോട്ടെ, അതിനകത്ത് എല്ലാം ഗുണകരമാകുന്ന രീതിയിൽ 2022 മുതൽ 24 വരെയുള്ള PSC ബുള്ളറ്റിനും മറ്റ് ആനുകാലിക വിവരങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിന്റെ തുടക്കം തന്നെ നിങ്ങൾക്കൊരു സംശയങ്ങൾ കാണും, ധാരാളം സംശയങ്ങൾ കാണും. ഇതിന് നോട്ട്സ് കിട്ടുമോ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ടോപ്പിക്കാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയ ആണ് കവർ ചെയ്യേണ്ടത്, ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു. അപ്പോൾ ക്ലാസ്സിന്റെ ആദ്യ അവസാനം കൃത്യമായി കാണുക. അതിനുശേഷം PSC ഇൻഫ്ലുവൻസറിന്റെ ടെലഗ്രാം ചാനലിൽ ഈ ടോപ്പിക്കിനെ ബേസ് ചെയ്ത്, അല്ലെങ്കിൽ ഈ വീഡിയോയെ ബേസ് ചെയ്ത് നടത്തുന്ന പരീക്ഷ നിങ്ങൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. ആ പരീക്ഷയും ഈ ക്ലാസ്സും PDF നോട്ട് എല്ലാം സൗജന്യമായിട്ടാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നമ്മൾ നേരെ കണ്ടന്റിലേക്ക് പോവുകയാണ്. 2022, 23, 24 വർഷങ്ങളിലെ പ്രധാനപ്പെട്ട മുഴുവൻ കറണ്ട് അഫയേഴ്സുമാണ് നമ്മൾ PSC ബുള്ളറ്റിൻ ഉൾപ്പെടെയുള്ള കണ്ടന്റ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ആദ്യം നിങ്ങൾക്ക് ഒരു സംശയം കാണും, പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കെല്ലാം കാണുന്ന ഒരു പൊതുവായ സംശയങ്ങൾ എന്ന് പറഞ്ഞാൽ, ഈ ക്ലാസ്സിന്റെ PDF നോട്ട് എവിടെ കിട്ടും, ഇതിന്റെ PDF കിട്ടുമോ? ഇതായിരിക്കും ഒന്നാമത്തെ സംശയം. ഉറപ്പായിട്ടും ഇതിന്റെ PDF നോട്ട് ഉണ്ട്. നിങ്ങൾ നോട്ട്സ് എഴുതി വെക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ PDF നോട്ട് PSC ഇൻഫ്ലുവൻസറിന്റെ ടെലഗ്രാം കൂട്ടായ്മ വഴി ഇപ്പൊ തന്നെ ഈ വീഡിയോ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നമ്മൾ നോട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അത് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. രണ്ടാമത്തെ സംശയം എന്ന് പറഞ്ഞാൽ, മിക്ക ഉദ്യോഗാർത്ഥികൾക്കും ഒരു ധാരണയുണ്ട്, ഒരു ക്ലാസ് മാത്രം കണ്ടാൽ മതിയോ, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് കമന്റ് ഇടാൻ വരുന്ന ധാരാളം പേര് കാണും. എല്ലാവരും നമ്മൾ അങ്ങനെ പറയുമല്ല, ഈ ക്ലാസ് മാത്രം മതിയോ, കാരണം അവർക്ക് അത്രയേറെ ഭയമാണ്. മത്സര പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് ഓരോ മാർക്കും നിർണായകമാണല്ലോ. അപ്പൊ ഈ ക്ലാസ് മാത്രം മതിയോ, LGS അല്ലെങ്കിൽ OA പരീക്ഷ ആയിക്കോട്ടെ, അല്ലെങ്കിൽ 10th ലെവൽ ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, എല്ലാ മത്സര പരീക്ഷകൾക്കും ഈ ക്ലാസ് മാത്രം മതിയോ എന്നൊരു ചോദ്യം കാണും, ഒരു സംശയം കാണും. പോരാ, ഈ ക്ലാസ് മാത്രം പോരാ. ഇതേപോലെ PSC ഇൻഫ്ലുവൻസർ 5 ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്യും സൗജന്യമായി തന്നെ. ഒരാപ്പിലും അല്ല, ജസ്റ്റ് യൂട്യൂബിൽ തന്നെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ദെൻ 15+15 PDF നോട്ട്, അതായത് ആനുകാലിക വിവരങ്ങൾ അടങ്ങിയ ഓരോ ടോപ്പിക്കും മെൻഷൻ ചെയ്യുന്ന 15 PDF നോട്ട് ടെലഗ്രാം കൂട്ടായ്മയിൽ ഇപ്പൊ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. 15 PDF എന്ന് പറഞ്ഞാൽ 15 എണ്ണമേ പഠിക്കാവൂ എന്നല്ല പറയുന്നത്, 15 ചിലപ്പം അത് 20 എണ്ണമാകാം, 25 എണ്ണമാകാം, 30 എണ്ണമാകാം. അത് ഡിപ്പെൻഡ് ആണ് ഓരോ കണ്ടന്റിനെയും ബേസ് ചെയ്ത്. മൂന്നാമത്തെ ഒരു സംശയം നിങ്ങൾക്ക് എല്ലാവരും കാണും, PSC ബുള്ളറ്റിനുള്ള അതായത് കറണ്ട് അഫയേഴ്സ് കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ഉറപ്പായിട്ടും ഈ ക്ലാസ്സിലുടനീളം PSC ബുള്ളറ്റിനിലെ ആനുകാലിക വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാകും. അതിന്റെ താഴെ തന്നെ അതിന്റെ സോഴ്സ് കൊടുത്തിട്ടുണ്ട്. PSC ബുള്ളറ്റിൻ ആണെങ്കിൽ PSC ബുള്ളറ്റിനിൽ 2024 നവംബർ 15 നവംബർ 1-ാം ലക്കം, നവംബർ 2-ാം ലക്കം 15-ാം തീയതി പബ്ലിഷ് ചെയ്ത 2 PSC ബുള്ളറ്റിന്റെ കണ്ടന്റും ഈ ക്ലാസ്സിൽ നമ്മൾ ഉടനീളം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, മറ്റു ആനുകാലിക വിവരങ്ങൾ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സംശയം എന്ന് പറഞ്ഞാൽ, നോബൽ പുരസ്കാരം, അതായത് 2024 നൊബേൽ പുരസ്കാരം പഠിക്കണോ എന്നായിരിക്കും നിങ്ങളുടെ മനസ്സിലുള്ള അടുത്തൊരു സംശയം. മിക്ക ഉദ്യോഗാർത്ഥികളും ഈ മിക്ക വീഡിയോയുടെയും താഴെ വന്ന് കമന്റ് ചെയ്യുന്ന ഒരു സംശയമാണ്, 2024 നൊബേൽ പുരസ്കാരം പഠിക്കണോ? 2023 വരെയുള്ള നൊബേൽ പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇക്കഴിഞ്ഞ മത്സര പരീക്ഷകളെല്ലാം തന്നെ ചോദിച്ചിട്ടുള്ളത്. LGSന്റെ 2-ാം ഘട്ട മത്സര പരീക്ഷ, വേരിയസ് LGSന്റെ 1-ാം ഘട്ട മത്സര പരീക്ഷ, കേരള ബാങ്കിന്റെ പരീക്ഷ, ദെൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയി നടത്തിയ വേരിയസ് LGSന്റെ 2-ാം ഘട്ട മത്സര പരീക്ഷയ്ക്ക് പോലും 2023 നൊബേൽ പുരസ്കാരമേ ചോദിച്ചിട്ടുള്ളൂ. എന്നിരുന്നാലും 2024 കൂടി പഠിച്ചു എന്ന് കരുതി നിങ്ങൾക്ക് ഒരു നഷ്ടവും ഉണ്ടാവുന്നില്ല. കാരണം ഇനി വരാൻ പോകുന്ന 10th ലെവൽ പ്രിലിംസ്, 10th ലെവൽ മെയിൻസ്, +2 ലെവൽ പ്രിലിംസ്, മെയിൻസ്, ഡിഗ്രി ലെവൽക്ക് എല്ലാം നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും 2024 നൊബേൽ പുരസ്കാരം കൂടി പഠിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് കൂടി പറഞ്ഞിരുന്നു.
നേരത്തെയൊക്കെ ഏകദേശം ഒരു 6-7 മാസം മുമ്പ് വരെ, 6-7 മാസം മത്സര പരീക്ഷയ്ക്ക് മുന്നേ വരെ PSC ഒരു 4 മാസം PSC ഈ പറയുന്ന ക്ലാസ് എടുക്കുന്ന അധ്യാപകരായിക്കോട്ടെ, നമ്മുടെ സുഹൃത്തുക്കളായിക്കോട്ടെ, അവരെല്ലാം പറയുന്നത് PSC പരീക്ഷയ്ക്ക് 4 മാസം മുൻപ് വരെയുള്ള കറണ്ട് അഫേഴ്സ് മാത്രമേ നിങ്ങൾ പഠിച്ചാൽ മതി എന്നായിരുന്നു നേരത്തെ അവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതെല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളും കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതെല്ലാം പഴങ്കഥയായി. കാരണം എന്താ? മത്സര പരീക്ഷയുടെ അന്നത്തെ, അതായത് മത്സര പരീക്ഷ നമ്മൾ എഴുതാൻ പോകുന്ന ദിവസം ഒരു കറണ്ട് അഫേഴ്സ് വായിച്ചെന്നിരിക്കട്ടെ, ചിലപ്പോൾ അത് തന്നെ നമ്മുടെ ഭാഗ്യം കൊണ്ട് നമ്മൾ ഇടുന്ന എഫേർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ അത് ചോദ്യമായി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ 4 മാസം മുൻപ്, 6 മാസം മുൻപ് വരെയുള്ള ആനുകാലികങ്ങൾ പഠിച്ചാൽ മതി എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ A to Z കാര്യങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയി ഇന്ത്യയുടെ നിലവിലെ CAG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആര് തുടങ്ങിയിട്ടുള്ള വസ്തുത ഉൾപ്പെടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇതിന് ഏറ്റവും ലേറ്റസ്റ്റ് ആയി നടത്തിയ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയേക്കായി കൂടുതൽ ഭൂരിപക്ഷം നേടിയ വസ്തുത ഉൾപ്പെടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുകൊണ്ട് തന്നെ കറണ്ട് അഫേഴ്സ് എപ്പോഴും നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും ഉചിതം. അല്ലെങ്കിൽ 5-മതായിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന മറ്റൊരു സംശയമാണ്, ഈ ചാനലിൽ കൂടി അല്ലെങ്കിൽ ഈ പറയുന്ന ടെലഗ്രാമിൽ കൂടി ഡെയിലി കറണ്ട് അഫേഴ്സ് പബ്ലിഷ് ചെയ്യാമോ? അത് റിക്വസ്റ്റ് ആയിട്ട് ഞാൻ മിക്ക വീഡിയോയുടെ താഴെ കാണുന്ന ഒരു കണ്ടന്റ് ആണ്. എല്ലാ ദിവസവും CA പബ്ലിഷ് ചെയ്യാമോ, അല്ലെങ്കിൽ ഹിസ്റ്ററി പബ്ലിഷ് ചെയ്യാമോ? പറഞ്ഞല്ലോ, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, നിങ്ങൾക്ക് ഞാൻ തരുന്ന, അല്ലെങ്കിൽ എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ഞാൻ തരുന്ന ഉറപ്പാണ്, ഡെയിലി CA കറണ്ട് അഫേഴ്സിന്റെ പോള്, കറണ്ട് അഫേഴ്സിന്റെ പോസ്റ്റ്, PDF, ദെൻ വീഡിയോ ക്ലാസ് ടെലഗ്രാം ചാനൽ വഴിയും യൂട്യൂബ് വഴിയും നിങ്ങൾക്ക് സൗജന്യമായി കിട്ടും. അതെന്റെ ഉറപ്പാണ്. നിങ്ങൾ ഇനി എഴുതാൻ പോകുന്ന മത്സര പരീക്ഷ ഏതുമായിക്കോട്ടെ, ആ മത്സര പരീക്ഷയിൽ കറണ്ട് അഫേഴ്സിൽ മുഴുവൻ ചോദ്യങ്ങൾക്ക് ഉത്തരമാകുന്ന രീതിയിൽ PDF ആയി, വീഡിയോ ക്ലാസ് ആയിട്ട്, പോളായിട്ട്, PDF നോട്ടായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കും. അത് ഉറപ്പാണ്. ഓക്കെ ആണല്ലോ? ഇത്രയും ഉറപ്പുകൾ ഞാൻ പറഞ്ഞതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ, മിക്ക മത്സര പരീക്ഷകൾക്കും കറണ്ട് അഫേഴ്സ് ഏറ്റവും നിർണായകമായ മാർക്കായി മാറിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് PSC ഇൻഫ്ലുവൻസർ എന്നറിയപ്പെടുന്ന കൂട്ടായ്മ. ഈ കൂട്ടായ്മയിലൂടെ നമ്മൾ ചെയ്യുന്നത് മാക്സിമം ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കിട്ടണം, മാക്സിമം ഉദ്യോഗാർത്ഥികൾക്ക് ജോലിയിൽ കയറണം. അവർ ആ ജോലിയിൽ കയറിയതിനു ശേഷം പ്രിയജനങ്ങൾക്ക്, നിങ്ങളുടെ മുന്നിൽ വരുന്ന ആരും ആയിക്കോട്ടെ, വൃദ്ധജനങ്ങളായിക്കോട്ടെ, സ്ത്രീകളായിക്കോട്ടെ, പുരുഷന്മാരായിക്കോട്ടെ, കുഞ്ഞുങ്ങളായിക്കോട്ടെ, അവർക്ക് ആവശ്യത്തിലധികം സേവനങ്ങൾ നൽകുക എന്ന ഒരു ധാർമ്മിക ധാരണ ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യമാണ് ഈ ഒരു കൂട്ടായ്മയ്ക്കുള്ളത്. അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നമ്മൾ നേരെ കണ്ടന്റിലേക്ക് പോവുകയാണ്. ഇതിന്റെ PDF നോട്ട്, സൗജന്യമായിട്ടുള്ള PDF നോട്ട് 1000-ലധികം, ഏകദേശം 10,000-ലധികം പോൾ ചോദ്യോത്തരങ്ങൾ സൗജന്യമായിട്ട് ലഭിക്കാൻ വേണ്ടി PSC ഇൻഫ്ലുവൻസറിന്റെ ടെലഗ്രാം ചാനൽ ദയവ് ചെയ്ത് ജോയിൻ ചെയ്യുക. ആ ടെലഗ്രാം ഗ്രൂപ്പിൽ എല്ലാവർക്കും എല്ലാ ദിവസവും പോൾ ചോദ്യം, പരീക്ഷ, SCRT ബേസ്ഡ് ആയിട്ടുള്ള കണ്ടന്റുകളെല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ആ ടെലഗ്രാം ചാനലിന്റെ ലോഗോ, അല്ലെങ്കിൽ ആ ഒരു ടേം. അതിലേക്ക് ജോയിൻ ചെയ്യുക. ദെൻ ഈ പറയുന്ന കൂട്ടായ്മയിൽ 24 മണിക്കൂറും, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന A to Z സമയം, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന എല്ലാ സമയവും എന്നല്ല പറയുന്നത്, കോമൺ ആയി നമുക്ക് സമയമുള്ളപ്പോൾ, അല്ലെങ്കിൽ ഈ പറയുന്ന കൂട്ടായ്മയിലുള്ള ധാരാളം ആളുകളുണ്ട്, ധാരാളം ഉദ്യോഗസ്ഥരുണ്ട്, ധാരാളം കുട്ടികളുണ്ട്, അധ്യാപകരുണ്ട്. അവരെല്ലാം ചെയ്യുന്നത് അവരുടെ സമയത്ത്, അവർക്ക് എന്താണോ ഫ്രീ ആകുന്ന സമയം, അവർ പഠിപ്പിക്കുന്ന കറണ്ട് അഫേഴ്സ് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ബയോളജി ആണെങ്കിൽ അത്, ഫിസിക്സ് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ കറണ്ട് അഫേഴ്സ് ആണെങ്കിൽ ഹിസ്റ്ററി ആണെങ്കിൽ, ഏത് ടോപ്പിക്കാണോ അവർക്ക് സ്വീകാര്യമാകുന്നത് അതിന്റെ PDF നോട്ട്, പോൾ പരീക്ഷ, പോൾ എക്സാം, പോൾ വർക്കൗട്ട് എല്ലാം സൗജന്യമായി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളൊരു ചലഞ്ച് ആയിട്ട് തന്നെ അത് ഏറ്റെടുക്കുന്ന 1,00,000 പോൾ വർക്കൗട്ട് ആണ് നമ്മൾ ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ സൗജന്യ PDF നോട്ട് 500+ PDF നോട്ട് ഉണ്ട്. എല്ലാ ദിവസവും ഡെയിലി കറണ്ട് അഫേഴ്സിന്റെ വർക്കൗട്ട് നടക്കുന്നുണ്ട്. ലൈവ് റെക്കോർഡ് ക്ലാസ് ഉണ്ട്. SCRT NCRT വർക്ക് ബേസ്ഡ് ആയിട്ടുള്ള എക്സാം ഉണ്ട്. ഡെയിലി സയൻസ് PYQ വർക്കൗട്ട് ഉണ്ട്. ഇതെല്ലാം സൗജന്യമായിട്ടാണ്, സിംഗിൾ പേയ്മെന്റ്, 1 രൂപ പോലും നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാതെയാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ആദ്യ ചോദ്യത്തിലേക്ക് പോവുകയാണ്. UN സെക്രട്ടറി ജനറൽ ആയ എത്രാമത്തെ വ്യക്തിയാണ് ആന്റോണിയോ ഗുട്ടറസ് എന്നാണ് ചോദ്യം. UN സെക്രട്ടറി ജനറൽ ആയ എത്രാമത്തെ വ്യക്തിയാണ് ആന്റോണിയോ ഗുട്ടറസ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ A 7, ഓപ്ഷൻ B 9, ഓപ്ഷൻ C 14,
ഓപ്ഷൻ ഡി 15. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. UN സെക്രട്ടറി ജനറൽ ആണ് നിലവിലെ UN സെക്രട്ടറി ജനറൽ. ആരാ? അത് ആന്റോണിയോ ഗുട്ടറസ് ആണ്. അദ്ദേഹം എത്രാമത്തെ UN സെക്രട്ടറി ജനറലായ എത്രാമത്തെ വ്യക്തിയാണെന്ന് ചോദിച്ചാൽ ആൻസർ ആയിട്ട് നിങ്ങൾ എഴുതേണ്ടത് 9ാമത്തെ വ്യക്തിയാണ്. ആര്? ആന്റോണിയോ ഗുട്ടറസ്. ഏറ്റവും പ്രധാനപ്പെട്ട ഇക്കഴിഞ്ഞ 2ാം ഘട്ട LGS പരീക്ഷയ്ക്ക് ഉൾപ്പെടെ ചോദിച്ച ചോദ്യം എന്താണെന്നറിയാവോ? ഐക്യരാഷ്ട്ര സഭയുമായി ബന്ധപ്പെട്ട് UN ബന്ധപ്പെട്ട് UN സെക്രട്ടറി ജനറലായ ആന്റോണിയോ ഗുട്ടറസിന്റെ രാജ്യം ഏതാണെന്ന ചോദ്യം പോർച്ചുഗലാണ്. അപ്പൊ ഈ പറയുന്ന ചോദ്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഐക്യരാഷ്ട്ര സഭ അല്ലെങ്കിൽ UN സെക്രട്ടറി ജനറലായ എത്രാമത്തെ വ്യക്തിയാണ് ആന്റോണിയോ ഗുട്ടറസ്? അത് 9ാമത്തെ വ്യക്തിയാണ്. ഇനി UN എന്നറിയപ്പെടുന്ന ഐക്യരാഷ്ട്ര സഭ എന്നറിയപ്പെടുന്ന സംഘടനയെ പറ്റി ഒന്ന് ഓർത്തു വെക്കുക. 1945 ഒക്ടോബർ 24 എന്ത് നിലവിൽ വന്നത്? UN അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സഭ നിലവിൽ വന്നത് 1945 ഒക്ടോബർ 24. അപ്പൊ ഒക്ടോബർ 24 പ്രത്യേകത കാണുമല്ലോ. ഒക്ടോബർ 24 എന്തുമായിരിക്കും പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ പ്രത്യേകത? UN ഐക്യരാഷ്ട്ര സഭ ദിനം എന്നാണ് ചോദിച്ചാൽ അത് ഒക്ടോബർ 24. അപ്പൊ ഇവിടെ ഒരു ചോദ്യം മത്സര പരീക്ഷയ്ക്ക് SCERT പാഠഭാഗങ്ങളിൽ നിന്ന് ചോദിക്കും. എന്തിന്റെ? ഐക്യരാഷ്ട്ര സഭയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഉടമ്പടി ഏതാണ്? നിങ്ങൾ തന്നെ ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിച്ചേ. ഐക്യരാഷ്ട്ര സഭയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഉടമ്പടി ഏതായിരിക്കും? അത് 1941 അറ്റ്ലാന്റിക് ചാർട്ടർ ആണ്. 1941 അറ്റ്ലാന്റിക് ചാർട്ടർ ആണ് എന്ത്? ഐക്യരാഷ്ട്ര സഭയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഉടമ്പടി. ഇനി UN ചാർട്ടർ ഉണ്ടല്ലോ, ഏറ്റവും പ്രധാനപ്പെട്ട ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രധാനപ്പെട്ട ഒരു കരടായിട്ട് അല്ലെങ്കിൽ ഒരു ഡ്രാഫ്റ്റിംഗ് ടേം ആയിട്ട് അല്ലെങ്കിൽ ഒരു ഭരണഘടനയായിട്ട് കൺസിഡർ ചെയ്യുന്ന UN ചാർട്ടർ ഒപ്പിട്ടതെന്ന അത് 1945 ജൂൺ 26 UN ചാർട്ടർ ഒപ്പിട്ടത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അറ്റ്ലാന്റിക് ചാർട്ടർ ഓർത്തു വെക്കുക, UN ചാർട്ടർ ഓർത്തു വെക്കണം. ഇനി ഈ പറഞ്ഞ ഐക്യരാഷ്ട്ര സഭയുടെ ആസ്ഥാനമുണ്ട്. ഐക്യരാഷ്ട്ര സഭയുടെ ആസ്ഥാനം എവിടെയാണ്? അത് ന്യൂയോർക്കിലെ മാൻഹട്ടൻ എന്നറിയപ്പെടുന്ന സ്ഥലത്താണ്. ന്യൂയോർക്ക് ആണെന്ന് മാത്രം നിങ്ങൾ ഓർത്തു വെക്കുക. ഐക്യരാഷ്ട്ര സഭ നിലവിൽ വന്നത് 1945 ഒക്ടോബർ 24. അപ്പൊ മിക്ക മത്സര പരീക്ഷകൾക്കും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട്. ഐക്യരാഷ്ട്ര സഭയുടെ പതാകയുടെ നിറം എന്താണ്? അത് നീലയാണ്. വളരെ ഇമ്പോർട്ടന്റ്. ഇനി UN എന്നറിയപ്പെടുന്ന ഐക്യരാഷ്ട്ര സഭ ഐക്യരാഷ്ട്ര പ്രമേയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മനുഷ്യാവകാശ പ്രഖ്യാപനം നടക്കുമല്ലോ. ഐക്യരാഷ്ട്ര സഭ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത് എന്നാണ്? അത് 1948 ഡിസംബർ 10 ഐക്യരാഷ്ട്ര സഭ ലോക മനുഷ്യാവകാശ പ്രഖ്യാപനം നടക്കുന്നത്. അതുകൊണ്ടാണ് മനുഷ്യാവകാശ ദിനമായിട്ട് എന്തിനെ സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഡിസംബർ 10 സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഐക്യരാഷ്ട്ര സഭയ്ക്ക് ഔദ്യോഗിക ഭാഷകളുണ്ട്. ഫ്രസ്ക എന്ന വാക്കോടുകൂടി നിങ്ങൾ ഓർത്തു വെക്കുക. ഫ്രസ്ക മറക്കല്ല, ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഐക്യരാഷ്ട്ര സഭയുടെ ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം ചോദിക്കുവാണെങ്കിൽ ഉത്തരമായിട്ട് എഴുതേണ്ടത് ഫ്രസ്ക എന്നാണ്. അപ്പൊ അതിൽ ഈ പറയുന്ന വാക്കുകൾക്കെല്ലാം ഈ പറയുന്ന അക്ഷരങ്ങൾക്കെല്ലാം ഓരോ ടേമുകൾ കാണുമല്ലോ. ഫ്രസ്ക ഏറ്റവും അപ്പൊ 1, 2, 3, 4, 5, 6 ഔദ്യോഗിക ഭാഷകൾ ആർക്കുണ്ട്? ഐക്യരാഷ്ട്ര സഭയ്ക്കുണ്ട്. ഒന്നാമത്തത് ഏതാണ്? അത് ഫ്രഞ്ച് ആണ്. രണ്ടാമത്തത് റഷ്യൻ ആണ്. മൂന്നാമത്തത് ഇംഗ്ലീഷ് ആണ്. നാലാമത്തത് സ്പാനിഷ് ആണ്. അഞ്ചാമത്തത് ചൈനീസ് ആണ്. ആറാമത്തത് അറബിക് ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയി നടത്തിയ PSC മത്സര പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം ഐക്യരാഷ്ട്ര സഭയുടെ ഏറ്റവും അവസാനമായിട്ട് ഔദ്യോഗിക ഭാഷയായി നിലവിൽ വന്നത് എന്താണ്? അത് അറബിക് ആണ്. ഫ്രസ്ക എന്ന വാക്കൊന്ന് ഓർത്തു വെക്കുക. നമുക്ക് വേണ്ട ചോദ്യം എന്താണ്? അപ്പൊ UN ഡേ എന്നാ പറഞ്ഞത്? ഒക്ടോബർ 24. ഇനി 193 അംഗരാജ്യങ്ങളാണ് ഐക്യരാഷ്ട്ര സഭയിലുള്ളത്. 193 അംഗരാജ്യങ്ങളാണ് ഐക്യരാഷ്ട്ര സഭയിലുള്ളത്. 193ാമത്തെ രാജ്യം, ഏറ്റവും അവസാനമായിട്ട് അംഗത്വം നേടിയ രാജ്യം സൗത്ത് സുഡാൻ അല്ലെങ്കിൽ ദക്ഷിണ സുഡാൻ ആണ്. അപ്പൊ ഈ സൗത്ത് സുഡാൻ എന്നറിയപ്പെടുന്ന ദക്ഷിണ സുഡാൻ ഒരു ആസ്ഥാനം കാണത്തില്ലേ? അത് ജുബയാണ്. അതൊന്ന് ഓർത്തു വെക്കുക. അപ്പൊ 193 അംഗരാജ്യങ്ങൾ എവിടെയുണ്ട്? ഐക്യരാഷ്ട്ര സഭയിലുണ്ട്. അപ്പൊ ചില ആളുകൾ കരുതും ഇതൊക്കെ എന്തിനാ ഈ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ പറയുന്നേ? ഇതെല്ലാം പഴയ കണ്ടന്റ് അല്ലയോ? ഒരിക്കലുമല്ല. 193ാമത്തെ അംഗരാജ്യം എന്ന് പറയുന്നത് ഇപ്പോഴും കറണ്ട് അഫയറാ. കാരണം 194ാമത്തെ അംഗരാജ്യം വരുന്നവരെ 193 ആനുകാലികമാണ്. 193ാമത്തെ അംഗരാജ്യം ഏതാണ്? അത് ദക്ഷിണ സുഡാൻ ആണെന്ന് ഓർത്തു വെക്കുക. അപ്പൊ ഐക്യരാഷ്ട്ര സഭയുടെ നിലവിലെ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ആണ്. അദ്ദേഹത്തിന്റെ രാജ്യം ചോദിച്ചാൽ അത് പോർച്ചുഗലാണ്. അതൊന്ന് ഓർത്തു വെക്കുക. ഇനി മത്സര പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനകൾ ഓർത്തു വെക്കണം. അതിൽ ഈ പറയുന്ന UN സംഘടന ഓർത്തു വെക്കണം. നാറ്റോ ഉണ്ട്, ആസിയാൻ ഉണ്ട്, അങ്ങനെ ധാരാളം
സാർക്ക് ഉണ്ട്, ഏറ്റവും WWF എന്നറിയപ്പെടുന്ന സംഘടനയുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട ടൈമുകളുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റുകൾ മാത്രമാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സംഘടനയാണ് നാറ്റോ. നിങ്ങൾ നോക്കിയാൽ മതി, മിക്ക ഇക്കഴിഞ്ഞ എല്ലാ മത്സര പരീക്ഷകളിലും നാറ്റോയുമായി ബന്ധപ്പെട്ട് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വരും മത്സര പരീക്ഷകളിലും ചോദ്യമായി വരും എന്ന ഉറപ്പോടുകൂടി കണ്ടന്റ് തരികയാണ് നാറ്റോ. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ നിലവിൽ വന്നത് 1949 ഏപ്രിൽ 4-നാണ്. അത് നമ്മൾ മുൻകാല വർഷ ചോദ്യമാണ്, ഒരു ചോദ്യമാണെന്ന് കരുതി നമുക്ക് പഠിക്കാമല്ലോ. ഇനി നമുക്ക് വേണ്ടത് ഈ നാറ്റോയുടെ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷന്റെ നിലവിലെ സെക്രട്ടറി ജനറൽ ആരാണ്? അത് മാർക്ക് റൂട്ടെയാണ്. നാറ്റോയുടെ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷന്റെ നിലവിലെ സെക്രട്ടറി ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് മാർക്ക് റൂട്ടെയാണ്. അദ്ദേഹം മുൻ ഡച്ച് പ്രധാനമന്ത്രിയാണ് മാർക്ക് റൂട്ടെ. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ മറ്റൊരു ആൻസർ കാണും. ആരാ? ജെൻസ് സ്റ്റോൾട്ടൻബർഗ് എന്നും പറഞ്ഞ ആൻസർ കാണും. കാരണം 2024 ഒക്ടോബർ, അതായത് ഈ പറയുന്ന ഏറ്റവും ലേറ്റ് ഈ വർഷം തന്നെ 2024 ഒക്ടോബർ വരെ സെക്രട്ടറി ജനറൽ ആരായിരുന്നു? ജെൻസ് സ്റ്റോൾട്ടൻബർഗ് ആയിരുന്നു. അദ്ദേഹം നോർവേയുടെ മുൻ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞു. നിലവിലെ നാറ്റോയുടെ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷന്റെ സെക്രട്ടറി ജനറൽ ആരാണ്? അത് മാർക്ക് റൂട്ടെയാണ്. വെരി പ്രധാന അല്ലെങ്കിൽ വെരി ഇമ്പോർട്ടന്റ് ചോദ്യം ഒന്ന് ഓർത്തു വെക്കുക. ഓക്കെ ആണല്ലോ. ഇനി ഈ പറയുന്ന നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്നറിയപ്പെടുന്ന നാറ്റോയ്ക്ക് ഒരു ആസ്ഥാനമുണ്ട്. നാറ്റോയുടെ ആസ്ഥാനം അത് ബെൽജിയത്തിലെ ബ്രസൽസ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. അപ്പൊ നാറ്റോയുമായി ബന്ധപ്പെട്ട് എന്താ നാറ്റോയുടെ പൂർണ്ണരൂപം? നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. പഠിച്ചു പോണേ 1949 ഏപ്രിൽ 4 നിലവിൽ വന്നു. നിലവിലെ സെക്രട്ടറി ജനറൽ ആരാണ്? മാർക്ക് റൂട്ടെയാണ്. മുൻ ഡച്ച് പ്രധാനമന്ത്രിയാണ്. 2024 ഒക്ടോബർ വരെ ആരായിരുന്നു സെക്രട്ടറി ജനറൽ? ജെൻസ് സ്റ്റോൾട്ടൻബർഗ് ആയിരുന്നു. ഇത് പറഞ്ഞ് പഠിച്ചങ്ങ് പോയാൽ പിന്നെ ടെൻഷൻ ഇല്ല. പിന്നെ നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് പിന്നെ തിരിഞ്ഞു നോക്കണ്ട. നിങ്ങൾക്ക് ഇംഗ്ലീഷ് വർക്ക് ചെയ്യാം, മാത്സ് വർക്ക് ചെയ്യാം, മറ്റ് സയൻസ് സബ്ജക്റ്റുകൾ വർക്ക് ചെയ്യാം. ഓരോ ടോപ്പിക്ക് നമ്മൾ പഠിച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനെപ്പറ്റി ഭയക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ എന്തുകൊണ്ട് ഇൻട്രഡക്ഷനിൽ ഇത്രയേറെ ലെങ്തി ആയിട്ട് ഓരോ കണ്ടന്റും പറഞ്ഞു തന്നെന്ന് ചോദിച്ചാൽ, ഇതൊരു സൗജന്യ ടൈമായിട്ടാണ് നമ്മൾ തരുന്നത്. ഈ പറയുന്ന PDF ആയിക്കോട്ടെ, പോൾ പരീക്ഷ ആയിക്കോട്ടെ, ഈ പറയുന്ന ക്ലാസ്സുകൾ ആയിക്കോട്ടെ, ഇതെല്ലാം സൗജന്യമായി. അപ്പൊ നിങ്ങൾ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനുവേണ്ടിയാണ് ഞാൻ ഏകദേശം 9 മിനിറ്റോളം ഇൻട്രോ പറഞ്ഞു. 9 മിനിറ്റോളം ഇൻട്രോ പറഞ്ഞു. ചില ആളുകൾക്ക് അത് അവര് താഴെ വന്ന് കമന്റ് ചെയ്യും, എന്തിനാ ഇത്രയും വലിച്ചു നീട്ടി ഇൻട്രോ പോയത്? അതൊരു സത്യാവസ്ഥയാണ്. ഇതൊരു പറഞ്ഞല്ലോ, ഒരു സൗഹൃദ കൂട്ടായ്മയാണ്. സർക്കാർ ജോലിയിൽ കയറിയ പല ഉദ്യോഗസ്ഥരും ഈ പറയുന്ന അവരുടെയൊക്കെ ഉള്ളിൽ ആഗ്രഹമുണ്ട് അവര് പഠിച്ചതുപോലെ തന്നെ മറ്റു ഉദ്യോഗാർത്ഥികളും ജോലിയിൽ കയറണം. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന അധ്യാപകരായിക്കോട്ടെ, ഈ പറഞ്ഞ സർക്കാർ ജോലിയിൽ പ്രവേശിച്ച ഉദ്യോഗസ്ഥരായിക്കോട്ടെ, അവരെല്ലാം അവരുടെ എല്ലാം കോൺട്രിബ്യൂഷൻ PDF ആയിട്ടും പോൾ പരീക്ഷയായിട്ടും വർക്കൗട്ട് ആയിട്ടും ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ അതിനോടൊപ്പം തന്നെ ക്ലാസ് കൂടി പ്രൊവൈഡ് ചെയ്ത് തരുവാണ്. അപ്പൊ നാറ്റോയുമായി ബന്ധപ്പെട്ട് ലേറ്റസ്റ്റ് കറണ്ട് അഫെയർ ഇതാണ്. നാറ്റോയുടെ നിലവിലെ സെക്രട്ടറി ജനറൽ ആരാണ്? അത് മാർക്ക് റൂട്ടെയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ആണല്ലോ. അടുത്തത് 2 സംഘടനകൾ നമ്മൾ പറഞ്ഞു. ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട സംഘടനയെ പറ്റി പറയുന്നു, ലോക ബാങ്ക്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ലോക ബാങ്കിന്റെ 14ാമത്തെ പ്രസിഡന്റ് അജയ് ബംഗയാണ്. ഇന്ത്യൻ വംശജനായതുകൊണ്ട് തന്നെ മത്സര പരീക്ഷയ്ക്ക് ചോദിക്കും, വീണ്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. ലോക ബാങ്കിന്റെ 14ാമത് പ്രസിഡന്റ് ആരാണ്? അത് അജയ് ബംഗയാണ്. അപ്പൊ ഇവിടെ അദ്ദേഹത്തിന്റെ ആനുകാലികം വരുന്നത് 2023 ജൂൺ 2-നാണ് അദ്ദേഹം അപ്പോയിന്റ് ആകുന്നത്. ലോക ബാങ്കിന്റെ പ്രസിഡന്റ് ആയിട്ട് അജയ് ബംഗ വരുന്നത് 2023 ജൂൺ 2. അപ്പൊ 5 വർഷത്തേക്കായി നിയമനം. ഇനി 5 വർഷത്തേക്ക് ഒന്ന് ആലോചിക്കുക. 2024 കഴിഞ്ഞതേ ഉള്ളൂ, 2024 കഴിയാൻ പോകുന്നു. ഇനി ഒരു മാസം കൂടിയുണ്ട് 2024 അവസാനിക്കാൻ. ഇനി അതിനുശേഷം 3 വർഷം നമ്മൾ ഇത് പഠിച്ചാൽ മതി. അജയ് ബംഗ തന്നെയാണ് ലോക ബാങ്കിന്റെ 14ാമത്തെ പ്രസിഡന്റ്. മാറുന്ന സമയത്ത് മാറ്റി അപ്ഡേറ്റ് ചെയ്യണം. അപ്പൊ 5 വർഷത്തേക്കാണ് കാലയളവ്. ഇതിനിടയ്ക്ക് അദ്ദേഹത്തിന് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള, നമ്മൾ പറയുമ്പോൾ ഒരു മനുഷ്യന്റെ കാര്യമാണ്, ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാൽ മാറ്റം വരാം. പക്ഷെ 5 വർഷത്തേക്ക് ഇദ്ദേഹം തന്നെയാണ് 14ാമത്തെ പ്രസിഡന്റ് ലോക ബാങ്കിന്റെ. അപ്പൊ ഈ ലോക ബാങ്കിന് ഒരു ആസ്ഥാനമുണ്ടല്ലോ. ലോക ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? അത് വാഷിംഗ്ടൺ DC ആണ്. വാഷിംഗ്ടൺ DC ആണ് ലോക ബാങ്കിന്റെ ആസ്ഥാനം. ലോക ബാങ്കിനെ അറിയപ്പെടുന്ന
ഒരു പേരുണ്ട്. അതെങ്ങനെയാ? ബ്രെട്ടൺ വുഡ് ഇരട്ടകൾ എന്നറിയപ്പെടുന്നത് IMF-നെയും IBRD. അതിൽ IMF എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടും IBRD എന്ന് പറയുന്നതാണ് ലോക ബാങ്ക്. മറക്കല്ലേ, ഇതിൽ ലോക ബാങ്ക് IBRD ആണ്, മറ്റേത് അന്താരാഷ്ട്ര നാണയനിധി എന്നറിയപ്പെടുന്ന ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടാണ് IMF. അപ്പൊ ഈ IMF-ഉം IBRD-യും ഫോം ചെയ്യുന്നത് ബ്രെട്ടൺ വുഡ് ഇരട്ടകൾ എന്ന നാമധേയത്തിലാണ്. അത് ഓർത്തു വെക്കുക. IMF-ഉം IBRD-യും രണ്ടും നിലവിൽ വരുന്നത് 1945 ഡിസംബർ 27-നാണെന്ന് ഓർത്തു വെക്കണം. അതിന്റെ ആസ്ഥാനം നിങ്ങൾ പറ, ആസ്ഥാനം എവിടെയാണ്? അത് വാഷിംഗ്ടൺ DC ആണ്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ലോക ബാങ്കിന്റെ 14ാമത്തെ പ്രസിഡന്റ് അജയ് ബംഗയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞേക്കുന്ന UN-മായി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് നമ്മൾ പറഞ്ഞു. അത് ഇക്കഴിഞ്ഞ ഈ പറഞ്ഞ LGS പരീക്ഷയ്ക്കും ഈ പറഞ്ഞ LDC 10th ലെവൽ പരീക്ഷയ്ക്ക് എല്ലാം ചോദ്യമായി വന്നതായതുകൊണ്ടാണ് ആ ഒരു ഏരിയ കവർ ചെയ്തത്. നാറ്റോയുമായി ബന്ധപ്പെട്ട് ചോദ്യമുണ്ടായിരുന്നു. ദെൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണ്ടന്റ് ആണ് ലോക ബാങ്കിന്റെ 14ാമത്തെ പ്രസിഡന്റ് അജയ് ബംഗ. ഓക്കെ ആണല്ലോ? ഈ പറയുന്ന 3 ടോപ്പിക്കും കവറായി പോയെ. അടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഏറ്റവും ദാരുണമായ ഒരു സംഭവമാണ് ഷിരൂർ ദുരന്തം. ആരുടെയും വിയോഗം നമ്മൾ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മളത് സെലിബ്രേറ്റ് ചെയ്യുകയല്ല, മറിച്ച് മത്സര പരീക്ഷയിൽ ഈ പറഞ്ഞ ദാരുണ സംഭവങ്ങൾ നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ മനസ്സിൽ നല്ല രീതിയിൽ വിഷമം ഉൾക്കൊണ്ടുവരുന്ന ഒരു കണ്ടന്റാണ് വിയോഗങ്ങൾ. ആ വിയോഗങ്ങളെല്ലാം പഠിക്കണോ എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. ഈ വിയോഗങ്ങളൊക്കെ നമ്മൾ എന്തിനാ പഠിക്കുന്നത്? വിയോഗങ്ങളിൽ നിന്നൊരു ചോദ്യം വരുന്നത് കൊണ്ടാണ്. ആ ചോദ്യാർത്ഥാവ് ആ ചോദ്യം ഇടുന്നില്ലെങ്കിൽ നമുക്ക് ആ ഒരു ടോപ്പിക്കിലേക്ക് പോകണ്ട. അപ്പൊ ഷിരൂർ ദുരന്തം വളരെ പ്രധാനപ്പെട്ട ഒരു ആനുകാലിക സംഭവമാണല്ലോ. ദുരന്തം നടന്നത് 2024 ജൂലൈ 16-നാണ് ഷിരൂർ ദുരന്തം നടന്നത്. അല്ലെങ്കിൽ ആ ദുരന്തം നടക്കുന്നത് കർണാടകയിലെ ബൈന്ദൂർ താലൂക്കിലാണ്. അതൊന്ന് ഓർത്തു വെക്കുക. ദെൻ ഷിരൂർ ദുരന്തത്തിൽ കാണാതായ കോഴിക്കോട് സ്വദേശിയായ അർജുന്റെ തിരച്ചിലിന് നേതൃത്വം കൊടുത്ത ഒരു മുങ്ങൽ വിദഗ്ധനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഈശ്വർ മാൽപേ എന്നാണ്. ആനുകാലിക വിവരങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. ഈശ്വർ മാൽപേയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ ഈ പറഞ്ഞ പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ടൊക്കെ വാർത്തകൾ വന്ന വ്യക്തിത്വങ്ങളാണ് ഈ പറയുന്ന ഈശ്വർ മാൽപേയൊക്കെ. അപ്പൊ അതെന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് വേണ്ടത് ഷിരൂർ ദുരന്തം നടക്കുന്നത് 2024 ജൂലൈ 16 കർണാടക സംസ്ഥാനത്തെ ബൈന്ദൂർ താലൂക്കിലാണ് ഈ ഷിരൂർ ദുരന്തം നടന്നത്. ഷിരൂർ ദുരന്തത്തിൽ കാണാതായ കോഴിക്കോട് സ്വദേശിയായ അർജുന്റെ തിരച്ചിലിന് വേണ്ടി നേതൃത്വം കൊടുത്ത മുങ്ങൽ വിദഗ്ധന്റെ പേര് ഈശ്വർ മാൽപേ എന്നാണ്. ഓക്കെ, അതൊന്ന് ഓർത്തു വെക്കുക. അദ്ദേഹത്തിന്റെ കോഴിക്കോട് സ്വദേശി അർജുന്റെ ഒരു പ്രദേശമുണ്ടല്ലോ, അത് കണ്ണാടിക്കൽ എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. അതൊന്ന് ഓർത്തു വെക്കുക. ദെൻ ഷിരൂർ അപകടം നടക്കുന്നത് NH-66 വെച്ചാണ് ഷിരൂർ ദുരന്തം നടക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് എന്ന് വിശ്വസിക്കുന്നു. അർജുന്റെ മൃതദേഹം കണ്ടെത്തിയ നദി ഗംഗാവലി നദിയാണ്. കണ്ടെത്തിയ തീയതി ഒന്ന് ഓർത്തു വെക്കുക. കാരണം നമ്മൾ പഠിക്കുമ്പം ഇതെല്ലാം വായിച്ചു വെച്ചേക്കണം. കണ്ടെത്തിയ തീയതി, അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയ തീയതി 2024 സെപ്റ്റംബർ 25-നാണ്. 72 ദിവസത്തിന് ശേഷമാണ് അർജുന്റെ മൃതദേഹം കണ്ടെത്തിയ ഗംഗാവലി നദിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെടുക്കുന്നത്. 2024 സെപ്റ്റംബർ 25, 72 ദിവസത്തിന് ശേഷം. ഇനി ഈ പറയുന്ന തെരച്ചില് ഏകോപിപ്പിച്ച 2 പ്രധാനപ്പെട്ട MLA-മാരുണ്ട്. ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ മഞ്ചേശ്വരം MLA ആയ AKM അഷ്റഫ് ആണ്. അതൊന്ന് ഓർത്തു വെക്കുക. അതിനെ കൂടെ തന്നെ കർണാടകയിലെ കാർവാർ MLA ആയ സതീഷ് കൃഷ്ണ സെയിലും ഈ പറയുന്ന തെരച്ചിലിന് ഏകോപനം നടത്തി. ഈ പറഞ്ഞ സതീഷ് കൃഷ്ണ സെയിൽ ഇപ്പൊ ജയിലിലാണ്. അദ്ദേഹം ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസുമായി ബന്ധപ്പെട്ട് ജയിലിലാണ്. അതൊക്കെ നിങ്ങൾക്ക് ആനുകാലിക വിവരങ്ങളിൽ പഠിച്ചിട്ടുള്ളതായിരിക്കാം. അതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. അപ്പൊ ഷിരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട അത്രയും കണ്ടന്റുകൾ ഒന്ന് ഓർമ്മയിൽ സൂക്ഷിക്കുക. പറഞ്ഞല്ലോ, ഒരാളുടെ വിയോഗവും നമ്മൾ എന്ത് ചെയ്യുമല്ല, അത് ആനന്ദമായിട്ട് കാണുകയല്ല. ചോദ്യാർത്ഥാവ് ഒരു ചോദ്യമായി വന്നാൽ നമുക്ക് എഴുതാൻ പറ്റണം. അതേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അടുത്ത വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ആനുകാലിക ചോദ്യത്തിലേക്ക് വരുന്നു. 2024 100ാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ പ്രധാനപ്പെട്ട നവോത്ഥാന പത്രം ഏതാണ്? നമുക്കറിയാം, മത്സര പരീക്ഷയ്ക്ക് 2024 100ാം വാർഷികം, 50ാം വാർഷികം, 75ാം വാർഷികം, 200ാം വാർഷികം എന്നൊക്കെ കണ്ടിട്ടില്ലേ? ഇതൊരു ചോദ്യ മേഖലയാണല്ലോ. ഇതൊരു ചോദ്യ മേഖല ആയതുകൊണ്ട് തന്നെ ഇത് മത്സര പരീക്ഷയ്ക്ക് ചോദ്യമായി വരും. അതുകൊണ്ട് തന്നെ ഓർത്തു വെക്കുക, 2024 100ാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ പ്രധാനപ്പെട്ട നവോത്ഥാന പത്രം അത് അൽ അമീൻ ആണെന്ന് ഓർത്തു വെക്കണം. അൽ അമീൻ. വിവേകോദയമല്ല, സ്വദേശാഭിമാനി അല്ല, കേരള കൗമുദി അല്ല,
അൽ അമീന. ഓക്കെ, 1923 ഈ പറയുന്ന മാതൃഭൂമി സ്ഥാപിക്കുന്നുണ്ട്. 2023 അവിടെ 100ാം വാർഷികം ആഘോഷിച്ചത്. അത് 2023 നമ്മൾ പറയുന്നത് 2024. 2024 100ാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ പ്രധാനപ്പെട്ട നവോത്ഥാന പത്രത്തിന്റെ പേര് അൽ അമീൻ എന്ന. ഇപ്പം നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഇനി നിങ്ങൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയിൽ ഉറപ്പിച്ചോ ഒരു ടോപ്പിക്ക് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കാണും. കാരണം വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികം ആഘോഷിക്കുക. വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട് ഒരു ഓഡിയോ കാസറ്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അറിയാലോ, നിങ്ങൾക്ക് അറിയാവുന്ന ആനുകാലിക സംഭവമായിരിക്കാം. ആ കുട്ടി ഗാന്ധിജിയെ തൊട്ടു എന്ന ഓഡിയോ കാസറ്റ് വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികത്തിനോടനുബന്ധിച്ച പ്രസിദ്ധീകരിച്ചേക്കുന്നത്. അതൊരു ആനുകാലിക സംഭവമാണ്. അപ്പൊ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയിൽ ചോദ്യം വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം അതൊരു കറണ്ട് അഫേഴ്സ് ആണ്. അതുമാത്രമല്ല, അത് കേരള നവോത്ഥാനത്തിൽ കേരള ചരിത്രത്തിലെ പ്രധാനപ്പെട്ട മുന്നേറ്റം കൂടി ആയതുകൊണ്ടാണ്. അതിനൊരു ആനുകാലിക സംഭവമുണ്ട്. അത് 100ാം വാർഷികം 1924 നടന്നതുകൊണ്ട് തന്നെ 2024 അതിന് 100ാം വാർഷികം ആഘോഷിക്കുന്നു. അപ്പൊ 2024 100ാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ പ്രധാനപ്പെട്ട നവോത്ഥാന പത്രമേതാ? അത് വിവേകോദയമല്ല, സ്വദേശാഭിമാനിയല്ല, കേരള കൗമുദിയല്ല. ഉത്തരമേതാണ്? അൽ അമീന. അപ്പൊ അൽ അമീൻ ആരംഭിച്ച വർഷം എന്നായിരിക്കും നിങ്ങൾ തന്നെ പറഞ്ഞേ? 1924 അൽ അമീൻ എന്നറിയപ്പെടുന്ന പത്രം, മാസിക എന്ന് പറഞ്ഞാലും തെറ്റില്ല. കാരണം എല്ലാ പത്രങ്ങളും മാസികയായിട്ടാണ് തുടങ്ങുന്നത്. പത്രം എന്ന് തന്നെ നമ്മൾ പഠിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരത്തില്ല. 1924 അൽ അമീൻ എന്നറിയപ്പെടുന്ന പത്രം സ്ഥാപിച്ചത് കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്ന മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ്. ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് ഏത് PYQ നിങ്ങൾ വായിച്ചു നോക്കിയോ അതിനകത്തെല്ലാം ചോദ്യമായി കാണുന്ന ഒരു വ്യക്തിത്വമാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ്. 1930 ഉപ്പ് സത്യാഗ്രഹം ബേപ്പൂർ അല്ലെങ്കിൽ കോഴിക്കോട് നിന്ന് സംഘടിപ്പിച്ചത് ഈ പറഞ്ഞ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ്. അതൊന്ന് ഓർത്തു വെക്കുക. അപ്പൊ ഉത്തരം അൽ അമീനാണെന്ന് പറഞ്ഞല്ലോ. 1924 ഈ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് കോഴിക്കോട് നിന്നും കേരളത്തിൽ ആദ്യത്തെ വിശപ്പ് രഹിത പദ്ധതിയായ ഓപ്പറേഷൻ സുലൈമാനി നടപ്പിലാക്കിയ ജില്ല കോഴിക്കോടാണ്. കേരളത്തിൽ ആദ്യത്തെ കോളാവിമുക്ത ജില്ല കോഴിക്കോടാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളായി പറയുന്നത്. അപ്പൊ ആ പറയുന്ന കോഴിക്കോട് നിന്ന് ആരംഭിച്ച പത്രമാണ് അൽ അമീൻ. അതൊന്ന് ഓർത്തു വെക്കുക. അപ്പൊ നമ്മളെ കുഴപ്പിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട്. അൽ ഇസ്ലാം ആരുടേതാ? അത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടേതാണ്. അൽ ഇസ്ലാം. അൽ അമീൻ ആരുടെയാണെന്ന് ചോദിച്ചാൽ അത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ. കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ. 1930 ഉപ്പ് സത്യാഗ്രഹം ബേപ്പൂർ അല്ലെങ്കിൽ കോഴിക്കോട് നിന്ന് നയിച്ചതാരെന്ന് ചോദിച്ചാലും ഉത്തരമാര് തന്നെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. ഓക്കെ, അത് ഓക്കെ ആണല്ലോ. ഇനി കേരള PSC മത്സര പരീക്ഷയ്ക്ക് ഇപ്പോഴത്തെ മത്സര പരീക്ഷയ്ക്ക് ഉൾപ്പെടെ ചോദിച്ച ഒരു ചോദ്യ ഏരിയയാണ് 2024 പാരീസ് ഒളിമ്പിക്സ്. നമുക്കറിയാം മത്സര പരീക്ഷകളെല്ലാം തന്നെ ഈ 2024 പാരീസ് ഒളിമ്പിക്സ്, 2024 പാരാലിമ്പിക്സ് ഒളിമ്പിക്സ് ഇതൊക്കെ ചോദ്യമായി വരുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ കൂടി നമ്മൾ കവർ ചെയ്ത് പോകണം. 2024 പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട ആദ്യം നമുക്ക് വേണ്ടത് എത്രാമത്തെ ഒളിമ്പിക്സ് വേദിയാണ് പാരീസ്? 33ാമത് ഒളിമ്പിക്സിന്റെ വേദിയാണ് പാരീസ് എന്നറിയപ്പെടുന്നത്. അപ്പൊ 2024 ഒളിമ്പിക്സിന്റെ കേസാണ് പറഞ്ഞത്. അപ്പൊ അതേപോലെ 2028 ഒളിമ്പിക്സ് ഉണ്ട്, 2032 ഇനി ഒളിമ്പിക്സ് ഉണ്ട്. ഇതെല്ലാം മുൻകൂട്ടി വേദി നിശ്ചയിച്ചത് കൊണ്ട് തന്നെ അടുത്ത മത്സര പരീക്ഷ ചിലപ്പോൾ 2028 ഒളിമ്പിക്സിന്റെ വേദിയായിരിക്കും ചോദിക്കുന്നത്. അതിനുശേഷം ഒരു മത്സര പരീക്ഷ നടത്തുകയാണ് എങ്കിൽ അവിടെ 2032 പാരീസ് ഒളിമ്പിക്സ് എന്നല്ല ഒളിമ്പിക്സ് വേദി എന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ ആ കറണ്ട് അഫേഴ്സ് എല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. അപ്പൊ 2024 എവിടെയാ? അത് പാരീസ് ഒളിമ്പിക്സിലാണ്. 2028 എവിടെയാ? 2028 ലോസ് ആഞ്ചലസ് ആണ്. 2032 ചോദിച്ചാൽ അത് ബ്രിസ്ബെയിനിലാണ്. ഒന്ന് ഓർത്തു വെക്കുക. അപ്പൊ 33ാമത് ഒളിമ്പിക്സ് വേദി പാരീസാണ്. 117 ഇന്ത്യൻ താരങ്ങളാണ് 2024 പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്തത്. അതിനകത്ത് തന്നെ ഓരോ ചോദ്യങ്ങളും നമുക്ക് നോട്ട് ചെയ്യാം. അതാണ്ട് 7 നോട്ട് ചെയ്യണം. പാരീസ് ഒളിമ്പിക്സിൽ മലയാളി സാന്നിധ്യം 7 പേരാണ്. ഈ കഴിഞ്ഞ മത്സര പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. 7 പേരാണ് 2024 പാരീസ് ഒളിമ്പിക്സിൽ മലയാളി സാന്നിധ്യം 7 പേരാണ്. അപ്പൊ ഈ 7 പേരെ ഒന്ന് ഓർത്തു വെക്കണം. അതിൽ ഒരാൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനാണ്. ഏറ്റവും സ്വീകാര്യനായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ആര്? PR ശ്രീജേഷ്. ഹോക്കി മേഖലയുമായി ബന്ധപ്പെട്ട PR ശ്രീജേഷ് ആണ് ഈ 7ൽ ഒരാൾ.
ഇനി ബാക്കിയുള്ള 6 പേരെ കൂടി ഒന്ന് ഓർമ്മയിൽ വെച്ചേക്കുക. അതിന്റെ നോട്ട്സുകളെല്ലാം PDF ആയിട്ട് ടെലഗ്രാം ഗ്രൂപ്പിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കിയാൽ മതി. പിന്നെ HS പ്രണോയ് എന്നറിയപ്പെടുന്ന വ്യക്തിയുണ്ട്, മലയാളിയാണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി സാന്നിധ്യമായ HS പ്രണോയ്. അദ്ദേഹം ബാഡ്മിന്റൺ മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ ഇനി പ്രധാനപ്പെട്ട വ്യക്തിയുണ്ട് അബ്ദുള്ള അബൂബക്കർ എന്തുമായി ബന്ധപ്പെട്ട ട്രിപ്പിൾ ജമ്പുമായി ബന്ധപ്പെട്ടതാ. പിന്നെ 4x100 മീറ്റർ റിലേയുമായി ബന്ധപ്പെട്ട 3 വ്യക്തിയുണ്ട്. മുഹമ്മദ് അജ്മൽ ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. മുഹമ്മദ് അനസ് ഉണ്ട്. പിന്നെ ബാക്കിയുള്ള 2 വ്യക്തികൾ കൂടി ഒന്ന് ഓർമ്മയിൽ വെച്ചേക്കുക. ആ നോട്ട്സിൽ ഈ A to Z കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 33ാമത് ഒളിമ്പിക്സിന്റെ വേദി എവിടെയാണ്? അത് പാരീസ് ആണ്. 117 ഇന്ത്യൻ താരങ്ങൾ പങ്കെടുത്തു എന്ന് ഓർത്തു വെക്കുക. പാരീസ് ഒളിമ്പിക്സിൽ മലയാളി സാന്നിധ്യം എത്ര പേരാണ്? 7 പേരാണ്. ഇനി മത്സര പരീക്ഷയ്ക്ക് വേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ ഉദ്ഘാടന ചടങ്ങുണ്ടല്ലോ. ഈ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ചതാരാണ്? 2 വ്യക്തികളാണ്. ഒന്ന് PV സിന്ധുവും മറ്റൊന്ന് അജന്ത ശരത് കമലുമാണ്. PV സിന്ധു ബാഡ്മിന്റനുമായി ബന്ധപ്പെട്ടതാണ്. അജന്ത ശരത് കമൽ ടേബിൾ ടെന്നീസുമായി ബന്ധപ്പെട്ടതാണ്. അതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. ചിലപ്പോൾ മത്സര പരീക്ഷയിൽ ചോദിക്കുന്നത് അജന്ത ശരത് കമൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? 4 ഓപ്ഷൻ കൊടുക്കാം. അപ്പൊ ടേബിൾ ടെന്നീസുമായി ബന്ധപ്പെട്ടതാണ്. എല്ലാ മേഖലയിൽ നിന്നും നമ്മളിപ്പം ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് ഒളിമ്പിക്സിലെ മെഡൽ മാത്രം നോക്കി പോകുമ്പോഴായിരിക്കും ചോദിക്കുന്നത് PV സിന്ധു ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. ഈ PV സിന്ധുവിനെയും ഈ പറയുന്ന വ്യക്തികളെ എല്ലാം പഠിച്ചിട്ട് പോകുമ്പം ആനുകാലിക സംഭവത്തിൽ നിന്ന് ചോദിക്കുന്നത് പാരീസ് ഒളിമ്പിക്സിൽ എത്ര മലയാളികൾ പങ്കെടുത്തു എന്നാണ്. ഈ മലയാളികളുടെ എണ്ണം മാത്രം പഠിച്ചുകൊണ്ട് പോകുന്ന സമയത്തായിരിക്കും ഏതെങ്കിലും ഒരു മലയാളിയെ കൊടുത്തിട്ട് ഇപ്പൊ മുഹമ്മദ് അജ്മൽ താഴെ പറഞ്ഞ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ആ ഉത്തരം ഏതാണ്? അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. 4x100 മീറ്റർ റിലേയുമായി ബന്ധപ്പെട്ടതാണ്, ഓട്ടവുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ചത് ആരാണ്? അത് PV സിന്ധു ആണ്. ബാഡ്മിന്റൺ താരമാണ് PV സിന്ധു. അജന്ത ശരത് കമലും ഉണ്ട്, അത് ടേബിൾ ടെന്നീസാണ്. അപ്പൊ ഉദ്ഘാടനം പറഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഈ സമാപന ചടങ്ങുണ്ടല്ലോ. 2024 പാരീസ് ഒളിമ്പിക്സിലെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ചത് അത് PR ശ്രീജേഷ്, ഹോക്കി വ്യക്തിയാണ്, ഹോക്കിയുമായി ബന്ധപ്പെട്ടത്. ദെൻ മനു ഫാക്കർ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടത്. ഈ കഴിഞ്ഞ മത്സര പരീക്ഷയിൽ മനു ഫാക്കറുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഇനി വരുന്ന മത്സര പരീക്ഷയിൽ ഈ ഒരു ഏരിയ പഠിച്ചിട്ട് പോകണം. ഒരു മാർക്ക് അല്ലെങ്കിൽ ഒന്നിലധികം മാർക്ക് ഈ ഒരു ഏരിയയിൽ നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി പറ്റും. അടുത്തത് ഇക്കഴിഞ്ഞ മത്സര പരീക്ഷയ്ക്ക് ഉൾപ്പെടെ ചോദിച്ച മറ്റൊരു ചോദ്യം അഭിനവ് ബിന്ദ്രയുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പരമോന്നത പുരസ്കാരമായ ഒരു ഡിഗ്രി നിലവാരത്തിലുള്ള പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പരമോന്നത പുരസ്കാരമായ ഒളിമ്പിക് ഓർഡറിന് അർഹനായ ഇന്ത്യൻ ഷൂട്ടിംഗ് താരമാരാണ്? അത് അഭിനവ് ബിന്ദ്രയാണ്. അപ്പൊ അഭിനവ് ബിന്ദ്ര എന്തുമായി ബന്ധപ്പെട്ടതാ? ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. മറക്കല്ലേ. HS പ്രണോയ് എന്തുമായി ബന്ധപ്പെട്ടതാ? ബാഡ്മിന്റനുമായി ബന്ധപ്പെട്ടതാണ്. അബ്ദുള്ള അബൂബക്കർ എന്തുമായി ബന്ധപ്പെട്ടതാ? ട്രിപ്പിൾ ജമ്പുമായി ബന്ധപ്പെട്ടതാണ്. അതൊക്കെ ഒന്ന് ഓർത്തു വെക്കണം. അപ്പൊ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ചത് PR ശ്രീജേഷ് ആണ്. ഹോക്കി അല്ലെങ്കിൽ ഹോക്കിയാണ് അദ്ദേഹത്തിന്റെ കായിക ഇനമായിട്ട് എടുക്കേണ്ടത്. മനു ഫാക്കർ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ ആണല്ലോ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് മെഡൽ നില. 2024 പാരീസ് ഒളിമ്പിക്സിലെ മെഡൽ നില ഇനി വരുന്ന മുഴുവൻ മത്സര പരീക്ഷകൾക്കും ചോദിക്കും. കാരണം ഓൾറെഡി ഒരു മത്സര പരീക്ഷയിൽ ചോദിച്ചത് ഇങ്ങനെയാണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ അമേരിക്കയും ചൈനയും നേടിയ സ്വർണ്ണ മെഡലുകളുടെ എണ്ണം. 2 കൂടെ ചേർത്തല്ല അവിടെ കൊടുത്തേക്കുന്നത്. ഉത്തരം 40 എന്ന്. അപ്പൊ അവിടെ നമുക്ക് വേണ്ടത് മെഡൽ നിലയിൽ 1ാം സ്ഥാനത്തുള്ളത് അമേരിക്കയാണ്. അമേരിക്കൻ തെരഞ്ഞെടുപ്പ് ഏറ്റവും ലേറ്റസ്റ്റ് കറണ്ട് അഫയർ ആണ്. ഓക്കെ, അമേരിക്കയുടെ പ്രസിഡന്റ് ഏറ്റവും ലേറ്റസ്റ്റ് കറണ്ട് അഫയർ ആണ്. ആ PSC ബുള്ളറ്റിൻ കണ്ടന്റ് നമ്മൾ റാൻഡമായി പറയും. അപ്പോൾ 1ാമത്തെ മെഡൽ നിലയിൽ 1ാം സ്ഥാനം അമേരിക്കയാണ്. അമേരിക്കയ്ക്ക് 40 സ്വർണമുണ്ട്, 44 വെള്ളി ലഭിച്ചു, 42 വെങ്കലവും. ആകെ 126 മെഡൽ പട്ടിക അല്ലെങ്കിൽ മെഡലുമായി മെഡൽ ടാലിയിൽ 1ാമതാണ് ആര്? അമേരിക്ക. അപ്പൊ അവിടെ ചോദ്യം, ഞാൻ നിസ്സാരം ഒരു ചോദ്യം ചോദിച്ചോട്ടെ. അമേരിക്കൻ പതാകയിലെ നക്ഷത്രങ്ങളുടെ എണ്ണം എത്രയാ? അത് 50 ആണെന്ന് ഓർത്തു വെക്കണം. അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് ഉണ്ട്, അമേരിക്ക പുതിയ വൈസ് പ്രസിഡന്റ് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട കണ്ടന്റ് നമ്മൾ എടുക്കും. അപ്പോൾ 1ാം സ്ഥാനം മെഡൽ നിലയിൽ 1ാം സ്ഥാനം, മെഡൽ ടാലിയിൽ 1ാം സ്ഥാനം അമേരിക്കയാണ്. 40 സ്വർണം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ പറയുന്ന സ്വർണം, വെള്ളി, വെങ്കല ആ ഒരു ഓർഡർ തന്നെയാണ് PDF-ൽ കൊടുത്തേക്കുന്നത്. 40 സ്വർണം, 40 വെള്ളി, 42 വെങ്കലം, ആകെ 126 മെഡൽ. 2ാം സ്ഥാനം ചൈനയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ചൈനയാണ് 2ാം സ്ഥാനം. 40 സ്വർണമുണ്ട്. അപ്പം അമേരിക്കയ്ക്ക് 40 സ്വർണം, ചൈനയ്ക്ക് 40 സ്വർണം. 40 സ്വർണം, 27 വെള്ളി, 24 വെങ്കലം, ആകെ
91 മെഡലുമായി മെഡൽ ടാലിയിൽ അല്ലെങ്കിൽ മെഡൽ പട്ടികയിൽ 2ാം സ്ഥാനത്താണ് ആരുള്ളത്? ചൈനയുള്ളത്. മെഡൽ പട്ടികയിൽ 3ാം സ്ഥാനത്തുള്ളത് ജപ്പാനാണ്. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്നത് 2024 പാരീസ് ഒളിമ്പിക്സ് ആണ്. പാരാലിമ്പിക്സിൽ നേരെ തിരിഞ്ഞു പോകും. അവിടെ നമ്മൾ ഈ പറയുന്ന മെഡൽ ടാലിയുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് എല്ലാം കൂടെ തിരിഞ്ഞു പോകരുത്. തിരിഞ്ഞു പോകാതെ ഒരു മാർക്ക് കിട്ടുന്നതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ 2ാം സ്ഥാനം ചൈന, 40 സ്വർണം, 27 വെള്ളി, 24 വെങ്കലം. 3ാം സ്ഥാനം ജപ്പാനാണ്, 20 സ്വർണം മാത്രമാണ് അവർക്ക് കിട്ടിയത്. 12 വെള്ളി, 13 വെങ്കലവുമായി ആകെ 45 മെഡലുകളാണ് ആകെ കിട്ടിയിരിക്കുന്നത്. അപ്പം ഇന്ത്യയുടെ, കേരളത്തിന്റെ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇന്ത്യയുടെ സ്ഥാനം നമുക്ക് വേണം. 2024 പാരീസ് ഒളിമ്പിക്സ് മെഡൽ പട്ടികയിൽ 71ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. മെഡൽ പട്ടികയിൽ 71ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ലോകത്തിൽ തന്നെ ഏറ്റവും ജനസംഖ്യയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യമാണ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. നേരത്തെയുള്ള ഈ പറയുന്ന ജനസംഖ്യയിൽ ആദ്യ സ്ഥാനത്തുണ്ടായിരുന്ന രാജ്യത്തെ കടത്തിവെട്ടി ഇന്ത്യയാണ് ലോക ജനസംഖ്യയിൽ 1ാം സ്ഥാനം. അപ്പൊ ആ ലോക ജനസംഖ്യയിൽ 1ാം സ്ഥാനത്തുള്ള ഇന്ത്യയുടെ മെഡൽ നില 71 അതിൽ സ്വർണം കിട്ടിയിട്ടില്ല. ഒരു വെള്ളി കിട്ടിയിട്ടുണ്ട്, 5 വെങ്കലം. അങ്ങനെ ആകെ 6 മെഡലുമായി മെഡൽ പട്ടികയിൽ 71ാം സ്ഥാനമാണ് ഇന്ത്യ. നമുക്ക് വേണ്ട പ്രധാനപ്പെട്ടതാണ് 1ാം സ്ഥാനം, 2ാം സ്ഥാനം, 3ാം സ്ഥാനം, 71. ഈ 4 സ്ഥാനക്കാരെയും ഒന്ന് പരിചിതമാക്കി വെച്ചേക്കുക. കാരണം നിങ്ങൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയിൽ നമ്മളെ കുഴപ്പിക്കുന്ന ചോദ്യമായിക്കോട്ടെ, നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്ന ചോദ്യമായിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, നമുക്കൊരു മാർക്ക് കിട്ടണം. അതിനുവേണ്ടി വായിക്കുക, റിവൈസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷ പോസിറ്റീവായിട്ട് തന്നെ ആ പരീക്ഷ എടുക്കുക. ഓക്കെ, അടുത്തത് മറ്റൊരു ഏരിയയിലേക്ക് നമ്മൾ പോകും. നമ്മൾ പാരീസ് ഒളിമ്പിക്സിന്റെ എൻറ്റയർ കണ്ടന്റ് പറഞ്ഞതിനോടൊപ്പം തന്നെ 2 പ്രധാനപ്പെട്ട വേദി വിട്ടുപോകരുത്. 2028 ഒളിമ്പിക്സ് വേദി ഏതാണ്? അത് ലോസ് ആഞ്ചലസ് ആണ്, അമേരിക്കയിലെ ലോസ് ആഞ്ചലസ് ആണ്. 2032 വേദി ചോദിച്ചാൽ അത് ഓസ്ട്രേലിയയിലെ ബ്രിസ്ബേൺ ആണ്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആനുകാലിക വിവരമാണ് ലോക്സഭ. നമുക്കറിയാം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട്, ഇന്ത്യൻ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് 18ാം ലോക്സഭ. ചോദ്യം ഇതാണ്: 18ാം ലോക്സഭയിലെ വനിതാ മന്ത്രിമാരുടെ എണ്ണം എത്രയാണ്? ഇപ്പം നിലവിലുള്ള 18ാം ലോക്സഭയിലെ വനിതാ മന്ത്രിമാരുടെ എണ്ണം എത്രയാണെന്ന ചോദ്യം. ഓപ്ഷൻ കൊടുത്തേപ്പോണ്ട്. ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 7, ഓപ്ഷൻ സി 74, ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 18ാം ലോക്സഭയിലെ വനിതാ മന്ത്രിമാരുടെ എണ്ണം എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആൻസർ എന്ത് എഴുതും? നിങ്ങൾ തന്നെ ഒന്ന് ആൻസർ നോക്കിയേ. ഇതിനകത്ത് ഏതായിരിക്കും? ഓപ്ഷൻ എ ആയിരിക്കുമോ, ഓപ്ഷൻ ബി ആയിരിക്കുമോ, അത് ഓപ്ഷൻ സി ആണോ, അത് ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല? നിങ്ങൾ ഉത്തരം പറയുന്നതൊക്കെ ശരികളായിരിക്കാം. നിങ്ങൾ പറയുക 18ാം ലോക്സഭയിലെ വനിതാ മന്ത്രിമാരുടെ എണ്ണം എത്രയാണെന്ന് ഞാൻ അങ്ങ് പറഞ്ഞോളാം. ആൻസറായിട്ട് വരേണ്ടത് 7 ആണ്. 18ാം ലോക്സഭയിലെ വനിതാ മന്ത്രിമാരുടെ എണ്ണം 7. ചില ആളുകൾ വിചാരിക്കും 2 അല്ലേ ഉത്തരം? 2 ക്യാബിനറ്റ് വനിതാ മന്ത്രിമാരാണ്. ക്യാബിനറ്റ് പദവിയുള്ള 2 വനിതാ മന്ത്രിമാരുണ്ട്. അതുകൂടാതെ ആകെ വനിതാ മന്ത്രിമാരുടെ എണ്ണം 7 ആണ്. 74 കുഴഞ്ഞു പോകുന്ന ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ ക്വസ്റ്റ്യൻ തന്നെ ഞാൻ ചെയ്തേക്കുന്നത്. അപ്പൊ 18ാം ലോക്സഭയിലെ വനിതാ മന്ത്രിമാരുടെ എണ്ണം എത്രയാണ്? അത് 7 ആണ്. അപ്പൊ നിലവിലുള്ള ലോക്സഭ എത്ര ലോക്സഭയാണ്? 18ാം ലോക്സഭയാ. 2024, 25 കണ്ടന്റാണ് നമ്മൾ പറയുന്നത്. ഇപ്പം നിലവിലുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയി നിലവിൽ വന്ന ലോക്സഭ 18ാം ലോക്സഭയാണ്. അപ്പൊ 18ാം ലോക്സഭയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ലേറ്റസ്റ്റ് കണ്ടന്റ് വേണമല്ലോ. ഈ 18ാം ലോക്സഭയുമായി ബന്ധപ്പെട്ട് 20 സീറ്റ് എടുക്കുമ്പം 20 സീറ്റിൽ 1 സീറ്റ് വയനാട് സീറ്റിൽ നിന്ന് മത്സരിച്ച് രാഹുൽ ഗാന്ധി പോകുന്നു. അതിനുശേഷം അദ്ദേഹം അവിടെ നിന്ന് രാജിവെക്കുന്നു, പുതിയ തെരഞ്ഞെടുപ്പ് നടത്തുന്നു, അല്ലെങ്കിൽ പുതിയ ഉപതെരഞ്ഞെടുപ്പ് നടത്തി അതിൽ തന്നെ ഏറ്റവും രാഹുൽ ഗാന്ധിയേക്കായി മികച്ച ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സീറ്റ് ഉറപ്പിക്കുന്നുണ്ട് UDF. അതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. അപ്പം 7 പേര് ഒന്ന് ഓർത്തു വെക്കണേ. 18ാം ലോക്സഭയിലെ വനിതാ മന്ത്രിമാരുടെ എണ്ണം എത്രയാണ്? അത് 7 ആണ്. ഓക്കെ, ബ്രാക്കറ്റിൽ ഞാൻ കൊടുത്തേപ്പോണ്ട് 2 ക്യാബിനറ്റ് മന്ത്രിമാർ ഉൾപ്പെടെ, അതായത് 2 ക്യാബിനറ്റ് വനിതാ മന്ത്രിമാർ ഉൾപ്പെടെ 7 പേരാണ്. ആകെ ഈ 18ാം ലോക്സഭയിലെ ആകെ വനിതാ MP-മാർ എത്ര പേരാണെന്ന് അറിയാവോ? 74 പേരാണ് ആകെ വനിതാ MP-മാർ. അതായത് ആകെ MP-മാർ എത്രയുണ്ടോ
അതിൻ്റെ 13.63% മാത്രമാണ് 74 വനിതാ എംപിമാരുടെ ആകെ എംപിമാരുടെ ശതമാനം എന്ന് പറയുന്നത്. ദെൻ ഈ പറയുന്ന 18ാം ലോക്സഭയുമായി ബന്ധപ്പെട്ട് ഈ ലോക്സഭയ്ക്ക് ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിരിക്കണമല്ലോ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 7 ഘട്ടങ്ങളിലായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ പറയുന്ന ഈ 18ാം ലോക്സഭ നിലവിൽ വരുന്നതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 7 ഘട്ടങ്ങളായിട്ടാണ്. അതിൽ 2ാം ഘട്ടമാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 2ാം ഘട്ടത്തിലാണ് ആദ്യ ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 2024 ഏപ്രിൽ 19 തുടങ്ങി ജൂൺ 1 വരെയാണ് ഈ പറയുന്ന 7 ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ പുതിയൊരു ഗവൺമെന്റ് ഫോം ചെയ്തു. NDA സഖ്യത്തിലുള്ള NDAയുടെ മുന്നണിയായ മോദി സർക്കാർ 3ാം തവണ വന്നു. അപ്പൊ അവര് സത്യപ്രതിജ്ഞ ചെയ്തത് 2024 ജൂൺ 9 അതൊന്ന് ഓർത്തു വെക്കണേ. 2024 ജൂൺ 9 സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അതൊന്ന് ഓർത്തു വെക്കണം. അപ്പൊ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നെന്ന കേരളത്തിൽ 2ാം ഘട്ടമാണല്ലോ. 2024 ഏപ്രിൽ 26 കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതൊന്ന് ഓർത്തു വെക്കുക. പിന്നീട് മോദി ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്തത് ഓർത്തു വെക്കണം. ഓരോ മന്ത്രിമാരും അവരുടെ പോർട്ട്ഫോളിയോ ഓർത്തു വെക്കണം. അത് നമ്മുടെ ടെലഗ്രാം ചാനലിൽ കേന്ദ്ര മന്ത്രിസഭ എന്ന് പറയുന്ന ഒരു PDF കൊടുത്തേപ്പോണ്ട്. ഇപ്പൊ ഏകദേശം ഞാൻ പറഞ്ഞല്ലോ 15ലധികം PDF നോട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. അത് റാൻഡം ആയിട്ട് ഓരോ ടോപ്പിക്ക് ബേസ് ചെയ്താ 2023 നൊബേൽ പുരസ്കാരം, 2023 പ്രധാനപ്പെട്ട സാഹിത്യ പുരസ്കാരം എല്ലാം അടങ്ങുന്ന PDF ആണ് കൊടുത്തേക്കുന്നത്. അതിനകത്തൊന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ PDF കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ 18ാം ലോക്സഭയുമായി ബന്ധപ്പെട്ട് നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒരു ചോദ്യം, 18ാം ലോക്സഭയുടെ സ്പീക്കർ ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 18ാം ലോക്സഭയുടെ സ്പീക്കർ അത് ഓം ബിർളയാണ്. അപ്പൊ ഓം ബിർളയുടെ മണ്ഡലം, ഓം ബിർള ഏത് മണ്ഡലത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? രാജസ്ഥാനിലെ കോട്ട മണ്ഡലത്തെയാണ്. പഴയ കാലത്ത് മത്സ്യ എന്നറിയപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ. അപ്പൊ രാജസ്ഥാനിലെ കോട്ട മണ്ഡലത്തെയാണ് ആര് പ്രതിനിധാനം ചെയ്യുന്നത്? ഓം ബിർള പ്രതിനിധാനം ചെയ്യുന്നത് 18ാം ലോക്സഭ സ്പീക്കറാണ്. ഇനി മറ്റൊരു ചോദ്യം, ഈ 18ാം ലോക്സഭ സ്പീക്കർ തെരഞ്ഞെടുപ്പുണ്ടല്ലോ, ആ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ഓം ബിർളക്കെതിരെ ഒരു എതിർ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. അത് മലയാളിയായ മാവേലിക്കരയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച കൊടിക്കുന്നിൽ സുരേഷാണ്. അദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഈ ഒരു തെരഞ്ഞെടുപ്പോടുകൂടി, ഈ പറഞ്ഞേക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ, കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ ലോക്സഭാംഗമായ വ്യക്തിയായിട്ട് ആര് മാറിയിരിക്കുന്നു? കൊടിക്കുന്നിൽ സുരേഷ് മാവേലിക്കര മണ്ഡലത്തിൽ നിന്ന് മാറിയിരിക്കുന്നു. 8ാം തവണയാണ് 18ാം ലോക്സഭയുമായി ബന്ധപ്പെട്ട് 8ാം തവണയാണ് കൊടിക്കുന്നിൽ സുരേഷ് ലോക്സഭാംഗമാകുന്നത്. അപ്പൊ അതൊന്ന് ഓർത്തു വെക്കുക, വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഏരിയ എന്ന് പറഞ്ഞാൽ ഈ 18ാം ലോക്സഭയിലെ കേരളവുമായി ബന്ധപ്പെട്ട കുറച്ച് കണ്ടന്റുകൾ പഠിക്കണമല്ലോ. 18ാം ലോക്സഭയുമായി ബന്ധപ്പെട്ട് 20 ലോക്സഭാംഗങ്ങളാണല്ലോ ലോക്സഭയിലുള്ളത്. കേരളത്തിൽ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 20 ആണല്ലോ. രാജ്യസഭാ സീറ്റുകളുണ്ട്, നിയമസഭാ സീറ്റുകളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാണാപ്പാഠമാണ്. അതിനോടൊപ്പം തന്നെ ലോക്സഭാ സീറ്റുകൾ 20 ലോക്സഭാ സീറ്റുകൾ അല്ലെങ്കിൽ 20 ലോക്സഭാംഗങ്ങൾ. അതിൽ 18 ആര് നേടി? 18 സീറ്റും UDF നേടി. ഒരു സീറ്റ് LDF ആണ് നേടിയത്. ഒരു സീറ്റ് BJP അല്ലെങ്കിൽ NDA ആണ് നേടുന്നത്. ആലത്തൂരാണ് LDF നേടുന്നത്. K രാധാകൃഷ്ണനാണ് ആലത്തൂരിൽ നിന്ന് 18ാം ലോക്സഭയിലേക്ക് പോകുന്നത്. അത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഇദ്ദേഹം ഒരു മന്ത്രിയായിരുന്നല്ലോ അല്ലെ? കേരളത്തിലെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്നു. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രിയായിരുന്നു K രാധാകൃഷ്ണൻ. അദ്ദേഹം പോകുമ്പം ആ ഒരു ടേം ഒന്ന് ഓർത്തു വെക്കുക. അപ്പൊ ആലത്തൂർ 18ാം ലോക്സഭയിലെ ആലത്തൂർ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്ത വ്യക്തിത്വമാണ് K രാധാകൃഷ്ണൻ. അദ്ദേഹം LDF സ്ഥാനാർത്ഥിയാണ്. ദെൻ തൃശ്ശൂരിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച വ്യക്തിത്വമാണല്ലോ സുരേഷ് ഗോപി, BJP അല്ലെങ്കിൽ NDA സഖ്യവുമായി ബന്ധപ്പെട്ട്. അപ്പൊ അവിടെ ഒരു ചോദ്യം ചോദിക്കും, കേന്ദ്രമന്ത്രി സ്ഥാനത്ത് സഹമന്ത്രി സ്ഥാനത്ത് ഇരിക്കുന്ന 2 മലയാളികളില്ലേ? ആ 2 മലയാളികളിൽ ഒരു മലയാളി അദ്ദേഹമല്ലേ? അപ്പം സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട കണ്ടന്റ് പഠിക്കണം. അപ്പൊ അതെല്ലാം നമ്മൾ ആ PDF-ൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ഓർത്തു വെക്കുക. ദെൻ കേരളത്തിൽ ഈ പറഞ്ഞ 18ാം ലോക്സഭയിൽ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം നേടിയത് അടൂർ പ്രകാശ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്നാണ്. 18ാം ലോക്സഭയിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം അടൂർ പ്രകാശിനാണ് കിട്ടിയത് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ. അപ്പം ഞാൻ ഇതിനെ ഓപ്പോസിറ്റ് നാം പഠിക്കായിരുന്നു അല്ലെങ്കിൽ പറയാമായിരുന്നു. കാരണം എന്താ? കേരളത്തിൽ ഏറ്റവും കൂടിയ ഭൂരിപക്ഷം ഉണ്ടല്ലോ. കേരളത്തിൽ ഏറ്റവും കൂടിയ ഭൂരിപക്ഷം ആർക്കാണ്? രാഹുൽ ഗാന്ധിക്കായിരുന്നു ഈ 18ാം ലോക്സഭാ ചരിത്രത്തിലുള്ളത്. പക്ഷേ കേരളത്തിൽ നിന്നാണ് കേസ് പറഞ്ഞത്. അപ്പം അവിടെ നിന്ന് അദ്ദേഹം വയനാട്ടിൽ നിന്ന് രാജിവെക്കുന്നു. അങ്ങനെ ആര് വരുന്നു?
പുതിയ സ്ഥാനാർത്ഥി വരുന്നു, അവർ മത്സരിച്ച് വിജയിച്ചു. ഈ പറഞ്ഞ രാഹുൽ ഗാന്ധിയേക്കായി കൂടുതൽ ലീഡ് ഉണ്ട്, വോട്ടും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കണ്ടന്റ് ഞാൻ ഒഴിവാക്കിയതാണ്. ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷമാർക്കാണ് അടൂർ പ്രകാശനാണ്, ആറ്റിങ്ങൽ മണ്ഡലത്തെയാണ് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. 20ാം ലോക്സഭയല്ല നമ്മൾ പറഞ്ഞത്, 18ാം ലോക്സഭയെ പറ്റിയാണ് പറഞ്ഞത്. 18ാം ലോക്സഭയിൽ കേരളത്തിൽ 20 ലോക്സഭാ സീറ്റുകളാണുള്ളത്, 9 രാജ്യസഭാ സീറ്റുകളുണ്ട്, 140 നിയമസഭാ സീറ്റുകളുണ്ട്. അതൊക്കെ അറിയാലോ, ഓർമ്മയിൽ സൂക്ഷിക്കുക. ഓക്കെ, അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2022. ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ മത്സര പരീക്ഷയ്ക്ക് പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഈ പറഞ്ഞ ദേശീയ ചലച്ചിത്ര പുരസ്കാരം. 2022-ലെയാണ് ഈ പറഞ്ഞ 2024 പ്രഖ്യാപിച്ചത്. 2022-ലെ 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരമാണ്. അതിൽ മികച്ച നടൻ ഉള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം കിട്ടിയത് ഋഷഭ് ഷെട്ടിക്കാണ്. അദ്ദേഹത്തിന്റെ ചിത്രം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, അത് കാന്താരയാണ്. ഇപ്പൊ ഞാൻ ആ ഒരു ടോപ്പിക് 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിന്റെ മാത്രം ഒരു ക്ലാസ് ഉണ്ട്. അത് എടുക്കണമെങ്കിൽ 3/4 മണിക്കൂർ 1 മണിക്കൂർ സമയം എടുക്കും. നമ്മൾ അതിനകത്ത് പ്രധാനപ്പെട്ട മാത്രം ഇത് മാത്രം പഠിച്ചാൽ മതി എന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല. കാരണം ഇതിന്റെ എല്ലാം സ്റ്റഡി നോട്ട് PSC ഇൻഫ്ലുവൻസറിന്റെ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വായിച്ചു പോകാൻ പറ്റും. ഓക്കെ, അപ്പം മികച്ച നടൻ ഋഷഭ് ഷെട്ടിയാണ്. അദ്ദേഹം ഏത് ചിത്രത്തിൽ അഭിനയ മികവിന് അദ്ദേഹത്തിന് മികച്ച നടൻ എന്ന പുരസ്കാരം കിട്ടിയത്? കാന്താര എന്ന ചിത്രത്തിലെ അഭിനയ മികവിനാണ് മികച്ച നടൻ പുരസ്കാരം അദ്ദേഹത്തിന് കിട്ടിയത്. മികച്ച നടി പുരസ്കാരം 2 നടിമാർക്ക് കിട്ടി. ഒന്ന് നിത്യ മേനോനും കിട്ടി, മറ്റൊന്ന് മാനസി പരേഖിനും കിട്ടി. ഈ നിത്യ മേനോന് ഏറ്റവും മികച്ച നടി പുരസ്കാരം ലഭിച്ച ചിത്രമുണ്ടല്ലോ, ആ ചിത്രത്തിന്റെ പേരെന്തായിരിക്കും? നിങ്ങൾ തന്നെ ഒന്ന് പറയാൻ ശ്രമിച്ചേ. അത് തിരിച്ചിട്ടമ്പലമാണ്. ഒന്ന് ഓർത്തു വെക്കണേ, തിരിച്ചിട്ടമ്പലം. ഓക്കെ, ദെൻ മാനസി പരേഖിന് മികച്ച നടി പുരസ്കാരം ലഭിച്ച ചിത്രം കച്ച് എക്സ്പ്രസ് ആണ്. ഈ കച്ച് എക്സ്പ്രസിന് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയുണ്ട്, അത് നമ്മൾ പറഞ്ഞോളാം. മികച്ച ചിത്രം ഏതാ? മികച്ച ചിത്രം ആട്ടമാണ്. 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ ഏറ്റവും മികച്ച ചിത്രം ആട്ടമാണ്. ആട്ടം ആരുടേതാ? ആനന്ദ് ഏകർഷിയുടെ ചിത്രമാണ് ആട്ടം. ഇനി മികച്ച മലയാള ചിത്രമുണ്ട്, നമ്മളെ കുഴപ്പിച്ചു കളയും. മികച്ച ചിത്രം 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചിത്രമാട്ടമാണ്. മികച്ച മലയാള ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് സൗദി വെള്ളയ്ക്ക. ഈ സൗദി വെള്ളയ്ക്ക സംവിധാനം ചെയ്തത് തരുൺ മൂർത്തിയാണ്. ഈ പറയുന്ന സൗദി വെള്ളയ്ക്കയുമായി ബന്ധപ്പെട്ട് പറയുമ്പം ഏറ്റവും പ്രധാനപ്പെട്ട ടൈമുണ്ട്, ഏറ്റവും മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരവുമായി ബന്ധപ്പെട്ട് ടൈമുണ്ടല്ലോ. അതൊക്കെ നമ്മൾ കണ്ടന്റായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പം മികച്ച നടൻ കിട്ടി, മികച്ച നടി കിട്ടി, മികച്ച ചിത്രം കിട്ടി, മികച്ച മലയാള ചിത്രം കിട്ടി. ഓക്കെ ആണോ? അടുത്തത് മികച്ച സംവിധായകൻ സൂരജ് ആർ ബർജാത്യ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഇഞ്ചായി എന്ന സിനിമയുടെ സംവിധാന മികവിനാണ് അദ്ദേഹത്തിന് മികച്ച സംവിധായകൻ പുരസ്കാരം കിട്ടുന്നത്. ഇനി നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നു, മാനസി പരേഖിനെ പറ്റി പറഞ്ഞപ്പോൾ കച്ച് എക്സ്പ്രസിന് മറ്റൊരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ആ പ്രത്യേകത പറയുകയാണ്, സാമൂഹിക വിഷയങ്ങൾ ആസ്പദമാക്കിയുള്ള മികച്ച ചിത്രം എന്ന പുരസ്കാരവും മികച്ച പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള മികച്ച ചിത്രമായി കൺസിഡർ ചെയ്ത് അല്ലെങ്കിൽ പുരസ്കാരം കിട്ടിയത് കച്ച് എക്സ്പ്രസ് ആണ്. ഇത്രയും കാര്യങ്ങൾ ഈ പറഞ്ഞേക്കുന്ന 2022 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ നിന്ന് നിങ്ങൾ പഠിക്കണം. ഇത് മാത്രം പഠിച്ചാൽ മതിയോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ എല്ലാം PDF, ഓരോ കറണ്ട് അഫയേഴ്സിനും ഓരോ PDF, AI-യുമായി ബന്ധപ്പെട്ട ഒരു PDF, പ്രധാനപ്പെട്ട കേരളത്തിലെ പ്രധാനപ്പെട്ട പദ്ധതികളുമായി ബന്ധപ്പെട്ട മറ്റൊരു PDF, കേന്ദ്ര പദ്ധതികളുമായി ബന്ധപ്പെട്ട മറ്റൊരു PDF. അതിൽ കൃത്യമായിട്ട് വായിക്കുക. നിങ്ങൾ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുക, പഠിക്കുക. വിജയാശംസകൾ എന്നല്ല നമ്മൾ പറയുന്നത്, അഡ്വൈസ് നേടണം. ആ ചാരനിറത്തിലുള്ള അഡ്വൈസ് നേടി നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന നിങ്ങളുടെ അമ്മ, അച്ഛൻ, സഹോദരങ്ങൾ, മിത്രങ്ങൾ, സുഹൃത്തുക്കൾ, അവരുടെ മുന്നിൽ നിങ്ങൾക്ക് ജോലി കിട്ടി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പരമാവധി പഠിക്കുക, പരമാവധി പരീക്ഷ എഴുതുക. അപ്പം നമുക്ക് വേണ്ട കണ്ടന്റ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മുന്നിലേക്ക് എത്തും. ഓക്കെ, പരമാവധി വർക്ക് ചെയ്യുമ്പം നമ്മുടെ മുന്നിലേക്ക് ഓരോ കണ്ടന്റുകളും PDF ആയിട്ടും വീഡിയോ ക്ലാസ് ആയിട്ടും ഓഡിയോ ക്ലാസ് ആയിട്ടും ഇങ്ങനെ കിട്ടിക്കോളും. അപ്പം നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ചോദ്യം, ആ പറഞ്ഞേക്കുന്ന പ്രധാനപ്പെട്ട ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഒന്നോർക്കുക. അതിനോട് ആനുപാതികമായി നിങ്ങൾ ആ PDF ഉറപ്പായിട്ടും വായിക്കണേ. അടുത്തത് കേരളത്തിലെ പ്രധാനപ്പെട്ട പദവികളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പൊ ചില ആളുകൾ കമന്റ് ചെയ്യും, ഇതിപ്പം മാറിയിട്ടുണ്ടോ? മാറിയിട്ടില്ല. ഇപ്പൊ ലേറ്റസ്റ്റ് 2024 ഡിസംബർ ഫസ്റ്റ് വീക്കിൽ വരെയുള്ള കണ്ടന്റ് നമ്മൾ അപ്ഡേറ്റ് ചെയ്താ പറയുന്നത്. അതായത് നവംബർ ലാസ്റ്റ്, ഡിസംബർ ഫസ്റ്റ് വീക്കിലെ അപ്ഡേഷൻ ഉൾപ്പെടെയാണ് നമ്മൾ പറയുന്നത്. കേരളത്തിലെ പ്രധാനപ്പെട്ട
പദവികളിൽ ഇരിക്കുന്ന വ്യക്തികളെ പറ്റി പറയുകയാണ്. ഒന്നാമത്തത് കേരളത്തിലെ നിലവിലെ ചീഫ് സെക്രട്ടറി ആരാണ്? അപ്പൊ കേരളത്തിലെ പ്രധാനപ്പെട്ട പദവികൾ നമ്മൾ പഠിക്കുമ്പോൾ ഒന്നാമതായിട്ട് കേരളത്തിലെ നിലവിലെ ചീഫ് സെക്രട്ടറി ആരാണ്? അത് ശാരദാ മുരളീധരനാണ് നിലവിലെ കേരളത്തിലെ ചീഫ് സെക്രട്ടറി എന്ന് ഓർത്തു വെക്കുക. നമുക്കറിയാം മത്സര പരീക്ഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട പദവികൾ. അപ്പൊ കേരളത്തിലെ നിലവിലെ ചീഫ് സെക്രട്ടറി ആരാണ്? അത് ശാരദാ മുരളീധരനാണ്. അതൊന്ന് ഓർത്തു വെക്കുക. ദെൻ കേരളത്തിലെ നിലവിലെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അത് അലക്സാണ്ടർ തോമസ് ആണ്. മാറുന്ന സമയത്ത് മാറ്റി അപ്ഡേറ്റ് ചെയ്യണം. കേരളത്തിലെ നിലവിലെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അലക്സാണ്ടർ തോമസ് ആണ്. വരും ദിവസങ്ങളിൽ ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട ഏകദേശം 10-30ഓളം പ്രധാന പദവികളുണ്ട്. ആ പ്രധാനപ്പെട്ട പദവികളും അത് പഠിക്കേണ്ട കോഡ് ഉൾപ്പെടെ, കോഡ് എപ്പോഴും നമുക്ക് ഗുണകരമാകണമെന്നില്ല, ആ കോഡ് ഉൾപ്പെടെയുള്ള വീഡിയോ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്യും. ഇപ്പൊ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അത് അലക്സാണ്ടർ തോമസ് ആണ്. ദെൻ കേരളത്തിലെ നിലവിലെ ലോകായുക്ത എൻ അനിൽകുമാറാണ്. കേരളത്തിലെ നിലവിലെ ലോകായുക്ത ആരാണ്? എൻ അനിൽകുമാറാണ്. കേരളത്തിലെ നിലവിലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദറാണ്. അപ്പൊ കേരളത്തിലെ നിലവിലെ ചീഫ് സെക്രട്ടറി ആരാണ്? അത് ശാരദാ മുരളീധരനാണ്. കേരളത്തിലെ നിലവിലെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ അത് അലക്സാണ്ടർ തോമസ് ആണ്. കേരളത്തിലെ നിലവിലെ ലോകായുക്ത ആരാണ്? അത് എൻ അനിൽകുമാറാണ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? അത് നിതിൻ മധുകർ ജാംദറാണ്. കേരള ഹൈക്കോടതിക്ക് പ്രത്യേകതയുണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി ആപ്പ് പുറത്തിറക്കി, അല്ലെങ്കിൽ ആപ്പിന്റെ സഹായത്തോടു കൂടി കേസ് തീർപ്പാക്കുന്ന പദ്ധതി ആവിഷ്കരിച്ച ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി. ഒത്തിരി പ്രത്യേകതകളുണ്ട്, നമ്മളത് റാൻഡമായിട്ട് എടുത്തോളാം. അപ്പൊ ഈ പറയുന്ന പ്രധാനപ്പെട്ട പദവികളൊന്ന് ഓർത്തു വെക്കണം. ഇനി നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു വ്യക്തിയാണ് MK സക്കീർ. നമുക്കറിയാവുന്നതാണ് PSCയിൽ ഈ പറയുന്ന പ്രിലിംസ് മെയിൻസ് എന്നറിയപ്പെടുന്ന ഒരു സംവിധാനം കൊണ്ടുവന്ന് വളരെയേറെ പ്രധാനപ്പെട്ട ഉദ്യോഗാർത്ഥികളൊക്കെ വളരെ രൂക്ഷമായി സോഷ്യൽ മീഡിയ വഴിയൊക്കെ പ്രാവിയ ഒരു വ്യക്തിത്വമാണ് MK സക്കീർ. ഒരിക്കലും ഞാൻ നെഗറ്റീവായിട്ട് പറയല്ല, എങ്കിലും നമ്മുടെ സുഹൃത്തുക്കളും ഈ പറയുന്ന അനിയന്മാരും ഒക്കെ ഈ പറയുന്ന MK സക്കീറിന്റെ ഈ പ്രവർത്തികളൊക്കെ വളരെ ക്രൂരമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ. കേരള വഖഫ് ബോർഡിന്റെ 15ാമത് ചെയർമാനാണ് MK സക്കീർ. കേരള വഖഫ് ബോർഡിന്റെ 15ാമത് ചെയർമാൻ ആരാണ്? MK സക്കീറാണ്. ഇനി വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് ഉണ്ടല്ലോ, വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാ? തിരുവനന്തപുരം ജില്ലയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വിഴിഞ്ഞം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് നെയ്യാറ്റിൻകര താലൂക്കാണ്. വിഴിഞ്ഞം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് മറക്കല്ലേ, നെയ്യാറ്റിൻകര താലൂക്ക്. വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക PDF തന്നെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ട്. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിന്റെ CEO ശ്രീകുമാർ K നായരാണ്. ഈ വിഴിഞ്ഞം തുറമുഖ മാനേജിംഗ് ഡയറക്ടർ ചോദിച്ചാൽ അത് ദിവ്യ S അയ്യറാണ്. അപ്പൊ കേരള വഖഫ് ബോർഡിന്റെ 15ാമത് ചെയർമാൻ MK സക്കീറാണ്. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് CEO ആരെന്ന് ചോദിച്ചാൽ അത് ശ്രീകുമാർ K നായരാണ്. തുറമുഖ മാനേജിംഗ് ഡയറക്ടർ ആരെന്ന് ചോദിച്ചാൽ ദിവ്യ S അയ്യറാണ്. വിഴിഞ്ഞം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് നെയ്യാറ്റിൻകര താലൂക്കാണ്. ഓക്കെ, അടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് ആണ് കേരള ബാങ്ക്. കേരള ബാങ്കിന് നിലവിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നറിയപ്പെടുന്നത് ജോർട്ടി M ചാക്കോയാണ്. കേരള ബാങ്കിന്റെ നിലവിലെ CEO എന്നറിയപ്പെടുന്ന ആരാണ്? ജോർട്ടി M ചാക്കോയാണ്. കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ നിലവിലെ ചാൻസലർ മല്ലിക സാരാഭായി ആണ്. മല്ലിക സാരാഭായിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ഹൃദയത്തിൽ നിന്നുള്ള നാദം, വോയിസ് ഫ്രം ഹേർട്ട് എന്ന ആത്മകഥ ആരുടേതാണ്? മല്ലിക സാരാഭായി ആണ്. അപ്പൊ കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ നിലവിലെ ചാൻസലർ ആരാണ്? അത് മല്ലിക സാരാഭായി. അപ്പൊ കേരള വഖഫ് ബോർഡിന്റെ 15ാമത് ചെയർമാൻ MK സക്കീറാണ്. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിന്റെ നിലവിലെ CEO ശ്രീകുമാർ K നായരാണ്. തുറമുഖ മാനേജിംഗ് ഡയറക്ടർ ആരെന്ന് ചോദിച്ചാൽ ദിവ്യ S അയ്യറാണ്. കേരള ബാങ്കിന്റെ നിലവിലെ CEO ചോദിച്ചാൽ അത് ജോർട്ടി M ചാക്കോയാണ്. കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ ചാൻസലർ ആരെന്ന് ചോദിച്ചാൽ അത് മല്ലിക സാരാഭായി ആണ്. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരികയാണ്. ഇന്ത്യയുടെ നിലവിലെ എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഒരു പ്രധാനപ്പെട്ട ആനുകാലിക സംഭവമാണ്. ഓപ്ഷൻ A ബൈജയന്ത് പാണ്ഡ, ഓപ്ഷൻ B സഞ്ജയ് ജയ്സ്വാൾ, ഓപ്ഷൻ C KC വേണുഗോപാൽ, ഓപ്ഷൻ D ഇതൊന്നുമല്ല. നിങ്ങൾ തന്നെ ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇന്ത്യയുടെ നിലവിലെ എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്നാണ് ചോദ്യം. അപ്പൊ ബൈജയന്ത് പാണ്ഡയാണോ, സഞ്ജയ് ജയ്സ്വാൽ ആണോ, KC വേണുഗോപാൽ ആണോ? അത് ഈ 3 പേരുമല്ല, ഇതൊന്നുമല്ല എന്ന് പറഞ്ഞ ഓപ്ഷനാണ്.
അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് പോകണമല്ലോ. ഇന്ത്യയുടെ നിലവിലെ എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ ഉത്തരം ഓപ്ഷൻ ബി സഞ്ജയ് ജയ്സ്വാൾ. അപ്പോൾ എന്താണ് ഈ എസ്റ്റിമേറ്റ് കമ്മിറ്റി? അതുമായി ബന്ധപ്പെട്ട കണ്ടന്റ് നമുക്ക് വേണം. കാരണം ഈ പറയുന്ന ബാക്കിയുള്ള രണ്ട് ഓപ്ഷനും നമുക്ക് പ്രധാനപ്പെട്ട ആനുകാലിക സംഭവമാണ്. ബൈജയന്ത് പാണ്ഡെ ഉണ്ട്, കമ്മിറ്റി ഓൺ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിന്റെ നിലവിലെ ചെയർമാൻ ആണ് ബൈജയന്ത് പാണ്ഡ. KC വേണുഗോപാൽ മലയാളിയാണ്, നമുക്കറിയാം ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് പോയ ആളാണ് KC വേണുഗോപാൽ. അദ്ദേഹം നിലവിൽ പാർലമെന്ററി കമ്മിറ്റിയായ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ ചെയർമാനാണ്. അപ്പൊ നിലവിൽ ഇന്ത്യയുടെ എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ സഞ്ജയ് ജയ്സ്വാൾ ആണ്. ഓക്കെ, അപ്പൊ എന്താണ് എസ്റ്റിമേറ്റ് കമ്മിറ്റി? ഒന്നുമില്ല, ഇന്ത്യയിൽ ഒരു ബഡ്ജറ്റ് എന്നറിയപ്പെടുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ. ബഡ്ജറ്റിന് നമ്മൾ പറയുമ്പോൾ AFS എന്നാണ് പറയുന്നത്. ബഡ്ജറ്റിന്റെ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു രേഖയിൽ പോലും ബഡ്ജറ്റ് എന്ന് പറയുന്നില്ല. ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ AFS എന്നാണ് പറയുന്നത്. ഈ ബഡ്ജറ്റിനെ പറ്റി പഠിക്കുമ്പോൾ നിങ്ങൾ 3 പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റുകൾ ഒന്ന് ഓർത്തു വെക്കണം. 2 സൈഡ് ആയിരിക്കുമല്ലോ ബഡ്ജറ്റിനുള്ളത്. ബഡ്ജറ്റ് എപ്പോഴും ഒരു T ഷേപ്പ് ആയിരിക്കും, വേറെ ഒന്നുമില്ല. എനിക്കും നിങ്ങൾ ഈ ക്ലാസ് കാണുന്ന നമുക്ക് എല്ലാവർക്കും വീടുണ്ട്. വീട്ടിൽ അച്ഛൻ ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ അമ്മയും അച്ഛനും ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ അമ്മ മാത്രമേ ഉള്ളൂ അമ്മ ജോലിക്ക് പോകുന്നു, അച്ഛൻ മാത്രമേ ഉള്ളെങ്കിൽ അച്ഛൻ ആരായാലും ജോലിക്ക് പോകുന്നു. കൊണ്ടുവരുന്ന വരുമാനം, നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ചെലവ്, ഇത് നമ്മുടെ വീട്ടിലൊരു ബഡ്ജറ്റാണ്. ഇതേ ലോജിക തന്നെ മനസ്സിൽ ആലോചിച്ചാൽ മതി. നമ്മുടെ വീടിന് പകരം രാജ്യം കൊടുക്കുന്നു, ഒരു സംസ്ഥാനം കൊടുക്കുന്നു. ഒരു രാജ്യത്തെ വരുമാനവും ചെലവും തുല്യമാണെങ്കിൽ ആ സാഹചര്യത്തെ അറിയപ്പെടുന്ന പേരാണ് തുല്യ ബജറ്റ്. മറക്കരുത്, ഇംഗ്ലീഷ് വാക്കൊക്കെ ഉണ്ട്, അതിലേക്കൊന്നും നിങ്ങൾ പോണ്ട. സന്തുലിത ബജറ്റ് എന്ന് പറയും, ബാലൻസ്ഡ് ബഡ്ജറ്റ് അല്ലെങ്കിൽ തുല്യ ബജറ്റ് അല്ലെങ്കിൽ ന്യൂട്രൽ ബഡ്ജറ്റ്. ഇനി ഒരു ഭാഗം കൂടുതലും ഒരു ഭാഗം കുറവും, 2 സാഹചര്യവും വരുന്നത്. ഒരു ഭാഗം കൂടുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ കേസ് എടുക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ കേസ് എടുക്കുന്നു, നമ്മളുടെ വരുമാനം കൂടുതൽ. ഒന്ന് ആലോചിച്ച് നോക്ക്, വീട്ടിലെ അച്ഛന് അമ്മയ്ക്ക് എനിക്ക് എല്ലാവർക്കും ജോലിയുണ്ട്, നമുക്ക് എല്ലാവർക്കും ജോലിയുണ്ട് എങ്കിൽ നമ്മുടെ വരുമാനം കൂടുതൽ, 1000 രൂപ വരുമാനമുണ്ട്. പക്ഷെ ചെലവ് 1500. വരുമാനം 1000 ഉള്ളൂ, ചെലവ് 1500 ഉണ്ട് എങ്കിൽ ആ ബജറ്റ് സമ്പ്രദായം അല്ലെങ്കിൽ ആ ഒരു ബജറ്റിന്റെ സാഹചര്യത്തെ അറിയപ്പെടുന്ന പേര് എന്താണ്? ഡെഫിസിറ്റ് എന്ന് പറയും. ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ കമ്മി ബജറ്റ്. വരുമാനം കുറവും ചെലവ് കൂടുതലുമാണെങ്കിൽ, വരുമാനം കുറവും ചെലവ് കൂടുതലുമാണെങ്കിൽ ആ ബജറ്റിനെ അറിയപ്പെടുന്ന പേരാണ് കമ്മി ബജറ്റ്. നേരെ തിരിച്ച് വേറെ ഒന്നുമില്ല, 1000 രൂപ വരുമാനമുണ്ട്, 500 രൂപയെ ചെലവായുള്ളൂ എങ്കിൽ മിച്ചം വരത്തില്ലേ? ഇപ്പൊ അമ്മയ്ക്ക് അച്ഛന് ജോലിയുണ്ട്, 1000 രൂപ ഒരു മാസം വരുന്നു, 500 രൂപ നമ്മുടെ വീട്ടിലെ ചെലവെല്ലാം ആയി എങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ കയ്യിൽ 500 രൂപ മിച്ചമാവുകയല്ലേ, അധികമാവുകയല്ലേ? അതാണ് മിച്ച ബജറ്റ് എന്ന് പറയും, സർപ്ലസ് ബഡ്ജറ്റ് എന്ന് പറയും. അപ്പൊ ഈ സാഹചര്യം തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇന്ത്യ മഹാരാജ്യത്തുമുള്ളത്, കേരളത്തിലുമുള്ളത്, തമിഴ്നാട്ടിലുമുള്ളത്, 28 സംസ്ഥാനങ്ങളിലുമുള്ളത്, 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമുള്ളത്. ഓക്കെ, അതാണ് നമുക്ക് വേണ്ടത്. ഇന്ത്യ എപ്പോഴും പിന്തുടരുന്ന ബജറ്റ് സമ്പ്രദായം എന്ന് പറഞ്ഞാൽ വരുമാനം കുറവും ചെലവ് കൂടുതലുമുള്ള കമ്മി ബജറ്റാണ്. അതൊന്ന് ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് ഇന്ത്യയിൽ ബജറ്റിനെ അല്ലെങ്കിൽ AFSനെ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ വിലയിരുത്താൻ വേണ്ടി, എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി നിലവിൽ വന്ന പ്രധാനപ്പെട്ട പാർലമെന്ററി കമ്മിറ്റിയാണ് എസ്റ്റിമേറ്റ് കമ്മിറ്റി എന്നത്. ഈ എസ്റ്റിമേറ്റ് കമ്മിറ്റി നിലവിൽ വരുന്നത് 1950. കറണ്ട് അഫയേഴ്സ് ആണ് എടുക്കുന്നത് എന്നറിയാം. എന്നിരുന്നാലും മത്സര പരീക്ഷയിൽ ഈ പറയുന്ന ആനുകാലിക വിവരങ്ങളല്ലാതെ ഡെപ്തിൽ കണ്ടന്റ് ചോദിച്ചാൽ, ഈ കണ്ടന്റിന്റെ ഏറ്റവും ബേസ് മുതൽ ഏറ്റവും റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ വരെ വന്നാൽ എഴുതാൻ വേണ്ടിയാണ് A to Z കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. പിന്നെ ഞാൻ പറയുന്നുണ്ട്, ഈ ക്ലാസ് മാത്രം കണ്ടാൽ പോരാ, നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന എല്ലാ ക്ലാസ്സുകളും അത് ഇന്ന ചാനലിൽ നിന്നില്ല, ഇന്ന പ്ലാറ്റ്ഫോമിൽ നിന്നില്ല, ഓഫ്ലൈനിൽ നിന്നില്ല, ഓൺലൈനിൽ നിന്നില്ല, ആരുടെയൊക്കെ കൈകളിൽ നിന്ന് നോട്ട്സ് കിട്ടാമോ അതെല്ലാം കളക്ട് ചെയ്ത് വായിക്കുക. വായിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് വായന ഉണ്ടാകുക. അതല്ലാതെ ഇന്ന് കുറച്ച് വായിച്ചു നാളെ ഒന്നും വായിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ. എല്ലാ ദിവസവും സ്ഥിരമായി കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകട്ടെ. അപ്പൊ 1950 ജോൺ മത്തായി എന്നറിയപ്പെടുന്ന ഒരു മലയാളി ഉണ്ട്. അദ്ദേഹം ഒരു കമ്മിറ്റി ഫോം ചെയ്തു. ആ ജോൺ മത്തായി കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് എസ്റ്റിമേറ്റ് കമ്മിറ്റി നിലവിൽ വരുന്നത്. അപ്പൊ എസ്റ്റിമേറ്റ് കമ്മിറ്റി നിലവിൽ വന്നെന്ന 1950 ആരുടെ നിർദ്ദേശപ്രകാരം? ജോൺ മത്തായി കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്. ഇനി ഈ എസ്റ്റിമേറ്റ് കമ്മിറ്റിക്ക് ഒരു കാലാവധിയുണ്ട്. മിക്ക ആളുകൾ ഈ കാലാവധി കാണുമ്പോൾ ചിലപ്പോൾ 5 വർഷമല്ലയോ,
ലോക്സഭയുടെ കാലാവധി 5 വർഷമാണല്ലോ, അല്ലെങ്കിൽ നിയമസഭയുടെ കാലാവധി 5 വർഷമാണല്ലോ. അതുമല്ല എങ്കിൽ വെറൈറ്റി ആയിട്ട് 6 വർഷം ചിലപ്പം രാജ്യസഭയുടെ കാലാവധി. രാജ്യസഭയ്ക്ക് കാലാവധി ഉണ്ടോ? രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല, പക്ഷെ രാജ്യസഭ അംഗത്തിന് കാലാവധി ഉണ്ട്. രാജ്യസഭ അംഗത്തിന്റെ കാലാവധിയാണ് 6 വർഷം. രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണെന്നാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്നത്. നമ്മൾ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ കാലാവധി 1 വർഷമാണ്. ഈ എസ്റ്റിമേറ്റ് കമ്മിറ്റിക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. എസ്റ്റിമേറ്റ് കമ്മിറ്റിയിൽ എത്ര അംഗങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ 30 അംഗങ്ങളാണ്. ഈ 30 പേരും ലോക്സഭയിൽ നിന്നാണ്. പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പൊ അവിടെ ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ലോക്സഭാ പ്രാതിനിധ്യമുള്ള ഏക പാർലമെന്ററി കമ്മിറ്റി ഏതാണ്? ലോക്സഭാ പ്രാതിനിധ്യമുള്ള ഏക പാർലമെന്ററി കമ്മിറ്റി ഏതെന്ന് ചോദിച്ചാൽ അത് എസ്റ്റിമേറ്റ് കമ്മിറ്റിയെ 30 അംഗങ്ങൾ എവിടുന്ന? ലോക്സഭയിൽ നിന്ന. എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ നിലവിലെ ചെയർമാൻ സഞ്ജയ് ജയ്സ്വാൾ എന്നറിയപ്പെടുന്ന BJPയുടെ MP ആണ്. അതൊന്ന് ഓർത്തു വെക്കുക. ഇനി ഈ എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ ചെയർമാനെ നിയമിക്കുന്നതാരെന്ന് ചോദിച്ചാൽ അത് ലോക്സഭാ സ്പീക്കറാണ്. ഇപ്പൊ എത്ര ലോക്സഭയാ? 18 ലോക്സഭയാണെന്ന് നമ്മൾ നേരത്തെ പഠിപ്പിച്ചു. 18 ലോക്സഭയ്ക്ക് ഒരു സ്പീക്കർ ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പഠിപ്പിച്ചു. ഓം ബിർളയാണ്. ഓം ബിർള പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലം പറഞ്ഞു, രാജസ്ഥാനിലെ കോട്ട മണ്ഡലം. ഓക്കെ, അപ്പൊ എസ്റ്റിമേറ്റ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. എസ്റ്റിമേറ്റ് കമ്മിറ്റി 1950 ജോൺ മത്തായുടെ നിർദ്ദേശപ്രകാരം നിലവിൽ വന്നു. കാലാവധി 1 വർഷമാണ്. 30 അംഗങ്ങളുണ്ട്. ഈ 30 അംഗങ്ങൾ എവിടുന്ന്? ലോക്സഭയിൽ നിന്ന് മാത്രമാണ്. ചെയർമാനെ നിയമിക്കുന്നതും പിരിച്ചുവിടുന്നതും ആരാണ്? ലോക്സഭാ സ്പീക്കറാണ്. ഇതിനു വേണ്ടിയാ എസ്റ്റിമേറ്റ് കമ്മിറ്റി പ്രധാനമായിട്ടും ഇപ്പൊ ഫംഗ്ഷൻ ചെയ്യുന്ന ഇന്ത്യയിലെ AFSനെ എസ്റ്റിമേറ്റ് ചെയ്യുക. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അടുത്തത് രണ്ടാമത്തെ ആനുകാലിക ഏരിയയിലേക്ക് പോകുന്നു. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി, PAC എന്ന് പറയും. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി. ആദ്യം കറണ്ട് അഫയേഴ്സ് തന്നെ ആദ്യം പറയാം. നിലവിലെ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ ചെയർമാൻ മലയാളിയാണ്. ആലപ്പുഴ ലോക്സഭ മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടി മത്സരിച്ചു പോയ MP ആണ് KC വേണുഗോപാൽ. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ നിലവിലെ ചെയർമാൻ KC വേണുഗോപാലാണ്. ഈ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി നിലവിൽ വന്ന വർഷം 1921 പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി നിലവിൽ വരുന്നത്. 22 അംഗങ്ങളാണ് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയിലുള്ളത്. ഈ 22 പേരിൽ 15 പേര് ലോക്സഭയിൽ നിന്നാണ്, 7 പേര് രാജ്യസഭയിൽ നിന്നാണ്. അതുകൊണ്ട് ആ 15ൽ 7 6 ഞാൻ കൊടുത്തേക്കുന്നത് 22 അംഗങ്ങളുണ്ട്. 15 + 7 22 പേരാണ്. ഓക്കെ, ദെൻ ഈ പാർലമെന്ററി കമ്മിറ്റിയായി പറഞ്ഞ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയെ പോസ്റ്റ്മോർട്ടം കമ്മിറ്റി എന്നറിയപ്പെടുന്നത് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയാണ്. നമ്മൾ നിലവിലെ CAGയെ പറ്റി പറയും. ഇന്ത്യയുടെ പുതിയ CAGയെ പറ്റി പറയുമ്പം K സഞ്ജയ് മൂർത്തിയാണ് ഇന്ത്യയുടെ നിലവിലെ CAG. ആ ഒരു ടോപ്പിക് ഏരിയ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന എന്തുകൊണ്ടാണ് പോസ്റ്റ്മോർട്ടം കമ്മിറ്റി എന്നറിയപ്പെടുന്നതെന്നൊക്കെ വിശദീകരിച്ചോളാം. ഇപ്പം നിങ്ങൾ പഠിക്കേണ്ടത് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയെ പോസ്റ്റ്മോർട്ടം കമ്മിറ്റി എന്നറിയപ്പെടുന്നു. ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോണം. നമ്മൾ ഈ പറയുന്ന എസ്റ്റിമേറ്റ് കമ്മിറ്റിയെ പറഞ്ഞു, അത് BJP അതായത് NDA സഖ്യത്തിൽ നിന്നുള്ള വ്യക്തിയാണ് അതിന്റെ ചെയർമാൻ എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഈ പറഞ്ഞ KC വേണുഗോപാൽ BJP സഖ്യമല്ല, NDA മുന്നണി അല്ല. അദ്ദേഹം ഏതാണ്? അദ്ദേഹം ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ നമ്മൾ പറയുന്ന, അതായത് കോൺഗ്രസ് ആണ്. അപ്പൊ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ ചെയർമാനെ തിരഞ്ഞെടുക്കുന്നത് ഏത് പാർട്ടിയിൽ നിന്നാണെന്ന് ചോദിച്ചാൽ അത് പ്രതിപക്ഷ പാർട്ടിയിൽ നിന്നാണ്. അപ്പോൾ ചോദ്യം ചോദിക്കും, പ്രതിപക്ഷ നേതാവ് അതായത് പ്രതിപക്ഷ നേതാവ് എന്നല്ല ഞാൻ പറഞ്ഞേ, പ്രതിപക്ഷ അംഗം ചെയർമാനായ ഏക പാർലമെന്ററി കമ്മിറ്റി, പ്രധാന പാർലമെന്ററി കമ്മിറ്റി അത് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയാണ്. അതൊന്ന് ഓർത്തു വെക്കുക. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ കോറമുണ്ട്. അതൊക്കെ നമ്മൾ റാൻഡമായി ഡിസ്കസ് ചെയ്തോളാം. ഇപ്പൊ നിങ്ങൾ പഠിക്കേണ്ടത് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? അത് KC വേണുഗോപാലാണ്. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പാർലമെന്ററി കമ്മിറ്റിയിലേക്ക് പോവുകയാണ്. കമ്മിറ്റി ഓൺ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് എന്നറിയപ്പെടുന്ന COPU, കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിങ്സ് എന്നറിയപ്പെടുന്ന ഒരു പാർലമെന്ററി കമ്മിറ്റി ഉണ്ട്. നിലവിൽ ഈ പറയുന്ന കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗിന് നിലവിലെ ചെയർമാൻ ബൈജയന്ത് പാണ്ഡെയാണ്. നിലവിലെ ചെയർമാൻ ആരാ? ബൈജയന്ത് പാണ്ഡ. ഇപ്പം ഈ പറഞ്ഞേക്കുന്ന നമ്മൾ ഈ പാർലമെന്ററി കമ്മിറ്റിയായ എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ A to Z കാര്യങ്ങൾ പറഞ്ഞു, പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ A to Z കാര്യങ്ങൾ പറഞ്ഞു. ഇതിന്റെ കൂടി ഒന്ന് A to Z കാര്യങ്ങൾ പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അടുത്ത കറണ്ട് അഫയേഴ്സിലേക്ക് പോയിക്കോളാം. 1964 മലയാളിയായ VK കൃഷ്ണമേനോൻ കമ്മിറ്റിയുടെ, അതായത് ആ കമ്മിറ്റിയുടെ ചെയർമാൻ VK കൃഷ്ണമേനോൻ ആണ്. അതുകൊണ്ട് തന്നെ VK കൃഷ്ണമേനോൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് എന്ത് നിലവിൽ വരുന്നത്? ഈ പറഞ്ഞേക്കുന്ന കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിങ്സ് നിലവിൽ വരുന്നത്. VK കൃഷ്ണമേനോന് പ്രത്യേകതയുണ്ട്. കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടന്റ് പറയുമ്പോൾ എടുത്തോളാം. സൈനിക സ്കൂൾ എന്നറിയപ്പെടുന്ന ആശയം കൊണ്ടുവന്നത് VK കൃഷ്ണമേനോനാണ്.
ഇന്ത്യയിൽ ആദ്യത്തെ പ്രതിരോധ വകുപ്പ് മന്ത്രിയായ മലയാളി. അപ്പൊ ഓർത്തു വെക്കണം, ഇന്ത്യയുടെ ആദ്യ പ്രതിരോധ വകുപ്പ് മന്ത്രി ആരല്ല? VK കൃഷ്ണമേനോൻ അല്ല. ഇന്ത്യയുടെ ആദ്യ പ്രതിരോധ വകുപ്പ് മന്ത്രി ബൽദേവ് സിംഗ് ആണ്. പ്രതിരോധ വകുപ്പ് മന്ത്രിയായ ആദ്യ മലയാളിയാണ് ആര്? VK കൃഷ്ണമേനോൻ. അപ്പൊ 1964 VK കൃഷ്ണമേനോൻ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം നിലവിൽ വന്ന പാർലമെന്ററി കമ്മിറ്റിയെ പറഞ്ഞു കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ്. 22 അംഗങ്ങളാണ് ഉള്ളത്. പാർലമെന്ററി കമ്മിറ്റിയായ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയിൽ 22 പേര്, ഈ പറഞ്ഞ കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിങ്സിലും 22 പേര്. എന്തിനു വേണ്ടിയാ ഈ പറഞ്ഞേക്കുന്ന പബ്ലിക് അണ്ടർടേക്കിങ്സ് എന്ന് പറഞ്ഞാൽ? ഈ പറഞ്ഞ പാർലമെന്ററി കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം, ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ടല്ലോ, ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കണക്കുകൾ പരിശോധിക്കുന്നതിന് വേണ്ടി നിലവിൽ വന്ന പാർലമെന്ററി കമ്മിറ്റിയാണ് ഏത്? കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ്. കാലാവധി, ഈ പറഞ്ഞ കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിങ്സിന്റെ കാലാവധി 1 വർഷമാണ്. അംഗങ്ങളെ നിയമിക്കുന്നത്, അതായത് ചെയർമാനെ നിയമിക്കുന്നതും പിരിച്ചുവിടുന്നതും ആര് തന്നെ? ലോക്സഭാ സ്പീക്കർ. ആരാ ലോക്സഭാ സ്പീക്കർ? ഓം ബിർള മണ്ഡലം, കോട്ട മണ്ഡലം, ഏത്? രാജസ്ഥാനിലെ കോട്ട മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്നു. വളരെ വളരെ പ്രധാനപ്പെട്ട ഏരിയ. അപ്പൊ 3 പാർലമെന്ററി കമ്മിറ്റി പഠിച്ചു. അതിൽ ഈ പറഞ്ഞേക്കുന്ന കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിങ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കണക്കുകൾ പരിശോധിക്കുന്ന പാർലമെന്ററി കമ്മിറ്റിയാണ് ഇത്. അപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുക. ഇന്ത്യയിൽ പൊതുഖജനാവുമായി ബന്ധപ്പെട്ട്, ഇന്ത്യയിൽ പൊതുഖജനാവിന്റെ സംരക്ഷണത്തിന് വേണ്ടി നിലവിൽ വന്ന പാർലമെന്ററി കമ്മിറ്റി ഏതായിരിക്കും? പൊതുമുതൽ ദുർവിനിയോഗത്തിനെതിരെ നിലവിൽ വന്ന പാർലമെന്ററി കമ്മിറ്റി ഏതായിരിക്കും? അത് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയാണ്. ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തു വെക്കുക. അപ്പൊ ആ ഒരു ഏരിയ നമ്മൾ കവർ ചെയ്തു. 3 കറണ്ട് അഫയേഴ്സ് കിട്ടി. ആ 3 കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട A to Z കണ്ടന്റും കിട്ടി. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. നിലവിലെ ഇന്ത്യയുടെ CAG ആരാണ്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്നാണല്ലോ CAG എന്ന് പറയുന്നത്. നിലവിലെ ഇന്ത്യയുടെ CAG ആരാണ്? ഓപ്ഷൻ കൊടുത്തപ്പോണ്ട് K സഞ്ജയ് മൂർത്തി, ഓപ്ഷൻ ബി വിജയ് കിഷോർ രഹത്കർ, ഓപ്ഷൻ സി വിജയഭാരതി സയാനി, ഓപ്ഷൻ ഡി സഞ്ജീവ് ഖന്ന. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ആരെ എഴുതും? ആൻസർ ആയിട്ട് വരേണ്ടത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് കാണാപ്പാടമായിരിക്കാം. ആൻസർ K സഞ്ജയ് മൂർത്തിയാണ്. അപ്പം മത്സര പരീക്ഷയിൽ ഈ പറഞ്ഞേക്കുന്ന ആനുകാലിക സംഭവങ്ങൾക്കെല്ലാം പ്രത്യേകതയുണ്ടല്ലോ. K സഞ്ജയ് മൂർത്തിയാണ് നിലവിലെ CAG. വിജയ് കിഷോർ രഹത്കർ പ്രധാനപ്പെട്ട ആനുകാലിക സംഭവമാണ്. വിജയഭാരതി സയാനി പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. സഞ്ജീവ് ഖന്ന ഇന്ത്യൻ സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് സഞ്ജീവ് ഖന്ന, ഇതിനെല്ലാം ആനുകാലിക സംഭവങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നിയമനങ്ങളല്ലേ? ആ PDF വായിച്ചു നോക്കണം, കൃത്യമായിട്ട് ഓർത്തു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ടത് ആൻസർ K സഞ്ജയ് മൂർത്തിയാണ്. ഗിരീഷ് ചന്ദ്ര മുർമു കഴിഞ്ഞ ഒരാഴ്ച കൂടി ആയില്ല, ഒരാഴ്ചക്ക് മുന്നെയാണ് ഗിരീഷ് ചന്ദ്ര മുർമു ഒഴിഞ്ഞത്. ഇപ്പം നിലവിലെ CAG K സഞ്ജയ് മൂർത്തിയാണ്. CAGയെ പറ്റി പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 148 മുതൽ 151 വരെയാണ് നിങ്ങൾക്ക് കാണാപ്പാടം. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ പറഞ്ഞത് നേരത്തെ ഒരു പാർലമെന്ററി കമ്മിറ്റി എടുത്തപ്പം ഞാൻ ഇതിൽ ഡിസ്കസ് ചെയ്യാം എന്നാണ് നിങ്ങളോട് പറഞ്ഞത്. അത് തന്നെ കണ്ടന്റ് ആയിട്ട് പറഞ്ഞിരുന്നു. ഇന്ത്യയുടെ പൊതുഖജനാവിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് CAG ആണ്. മറക്കരുത്, ഇന്ത്യൻ പൊതുഖജനാവിന്റെ കാവൽക്കാരൻ. 4 കാവൽക്കാരന്മാരെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഒന്ന്, ഇന്ത്യൻ പൊതുഖജനാവിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് CAG. ഇന്ത്യൻ മെറിറ്റ് സമ്പ്രദായത്തിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് UPSC. ഇന്ത്യൻ മനുഷ്യാവകാശത്തിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അല്ലെങ്കിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതി. അങ്ങനെയാണ് നമ്മളെ കുഴപ്പിച്ച് കളയുന്നത്. ഈ 4 കാവൽക്കാരന്മാരെ ഒന്ന് ഓർമ്മയിൽ വെച്ചേക്കുക. അപ്പൊ പൊതുഖജനാവിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? CAG ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, CAG ഇന്ത്യയിലെ പൊതുഖജനാവിന്റെ വരവ്, ചെലവ്, മറ്റ് സംവിധാനങ്ങളെല്ലാം പരിശോധിച്ചു. CAG ഡയറക്റ്റ് അങ്ങ് ആർക്ക് കൊടുക്കൂല? രാഷ്ട്രപതി കൊടുക്കത്തില്ല. CAG കൊടുക്കുന്നത് പൊതുഖജനാവിന്റെ കാവൽക്കാരനായ CAG ഇന്ത്യയുടെ കണക്കുകളെല്ലാം പരിശോധിച്ച് ഈ റിപ്പോർട്ട് ആർക്ക് കൊടുക്കും? പാർലമെന്ററി കമ്മിറ്റിയായ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയിൽ കൊടുക്കും. ഈ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ഇത് നോക്കി ആർക്ക് കൊടുക്കും? ലോക്സഭാ സ്പീക്കർക്ക് കൊടുക്കും. കാരണം പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ആരാണ് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയെ PSCയെ അപ്പോയിന്റ് ചെയ്തത്? അപ്പോൾ കേരള PSC ഡിഗ്രി പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ഉണ്ട്. ടു ഹൂം പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി സബ്മിറ്റ്സ് ഇറ്റ്സ് റിപ്പോർട്ട്. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ആർക്കാണ് അവരുടെ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്? അവരുടെ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ലോക്സഭാ സ്പീക്കറിനാണ്. ഓക്കെ, അപ്പൊ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ സുഹൃത്തും വഴികാട്ടിയും എന്നറിയപ്പെടുന്നത് CAG ആണ്. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ കണ്ണും കാതും എന്നറിയപ്പെടുന്നത് ആര് തന്നെ? CAG ആണ്.
അപ്പൊ CAGക്ക് ഒരു കാലാവധി ഉണ്ട്. അപ്പൊ ഇപ്പം കെ സഞ്ജയ് മൂർത്തിയാണ് വന്നേക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. നിലവിൽ CAGയെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് അല്ലെങ്കിൽ പ്രസിഡന്റ് ആണ്. ഇന്ത്യയിൽ ആദ്യത്തെ CAG നരഹരി റാവു ആണ്. അപ്പൊ ഇന്ത്യയിൽ ആദ്യ CAG നരഹരി റാവു, ഇന്ത്യയിലെ നിലവിലെ CAG ആരാണ്? കെ സഞ്ജയ് മൂർത്തിയാണ്. അപ്പൊ ഇത്രയും കണ്ടന്റ് കറണ്ട് അഫയർ ആയിട്ട് കിട്ടണം. ആ നിയമനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ പറഞ്ഞേക്കുന്ന 4 ഓപ്ഷനിൽ ഒരു ഓപ്ഷനാണ് കെ സഞ്ജയ് മൂർത്തി. അത് ഇന്ത്യയിലെ നിലവിലെ CAG ആണ്. അപ്പൊ വിജയ് കിഷോർ റഹത്കറിന് പ്രത്യേകതയുണ്ട്, വിജയഭാരതി സയാനിക്ക് പ്രത്യേകതയുണ്ട്, സഞ്ജീവ് ഖന്നയ്ക്ക് പ്രത്യേകതയുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് വിജയഭാരതി സയാനി. ദേശീയ വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട വ്യക്തിത്വമാണ് വിജയ് കിഷോർ റഹത്കർ. സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട വ്യക്തിത്വമാണ് സഞ്ജീവ് ഖന്ന. ഈ നിയമനങ്ങളൊക്കെ ലേറ്റസ്റ്റ് അല്ലയോ? ആ ലേറ്റസ്റ്റ് കണ്ടന്റ് ആണ് 2024 ഡിസംബർ അപ്ഡേഷൻ, അതായത് നവംബർ ലാസ്റ്റ് ഡിസംബർ ഫസ്റ്റ് അപ്ഡേഷൻ ഉൾപ്പെടെ കണ്ടന്റ് ആയി തന്നിരിക്കുക. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഇന്ത്യയിൽ ആദ്യത്തെ സഹകരണ ഔഷധ സസ്യ സംസ്കരണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? ഇന്ത്യയിലെയാണ് ആദ്യത്തെ കേട്ടോ. ഇന്ത്യയിൽ ആദ്യത്തെ സഹകരണ ഔഷധ സസ്യ സംസ്കരണ കേന്ദ്രം നിലവിൽ വരുന്നത് ഓപ്ഷൻ എ മറ്റത്തൂർ, ഓപ്ഷൻ ബി കഠിനംകുളം, ഓപ്ഷൻ സി വെള്ളാനിക്കര, ഓപ്ഷൻ ഡി ചാലക്കുടി. ആൻസർ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. മറ്റത്തൂർ ആണ്. തൃശ്ശൂർ ജില്ലയിലെ ഒരു ഗ്രാമപ്രദേശമാണ് ഈ പറയുന്ന മറ്റത്തൂർ. അതൊന്ന് ഓർത്തു വെക്കുക. അപ്പൊ ആൻസർ മറ്റത്തൂറാണ്. അപ്പൊ സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്ന കറണ്ട് അഫേഴ്സ് ഒക്കെ ഒന്ന് പറഞ്ഞേ. സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഏഷ്യയിൽ ആദ്യത്തെ സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് കോഴിക്കോടാണ്. നമുക്കറിയാവുന്നതാണ്. ഇന്ത്യയിൽ ആദ്യ സഹകരണ ഔഷധ സസ്യ സംസ്കരണ കേന്ദ്രം നിലവിൽ വരുന്നത് മറ്റത്തൂരാണെന്ന് ഓർത്തു വെക്കണം. അപ്പൊ ഈ 3 ചോദ്യങ്ങൾ നമ്മളൊന്ന് ഓർത്തു വെക്കണേ. ഏഷ്യയിൽ ആദ്യ സഹകരണ മ്യൂസിയം കോഴിക്കോട്, സമ്മതിച്ചല്ലോ. ലോക സഹകരണ പ്രസ്ഥാനത്തിന്റെ ഒരു പിതാവുണ്ട്. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചതാ. ലോക സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് റോബർട്ട് ഓവനാണ്. ലോക സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റോബർട്ട് ഓവനും ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫ്രെഡറിക് നിക്കോൾസ് ആണ്. അപ്പൊ കേരള സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് ആരാ? അത് AK ഗോപാലന. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് AK ഗോപാലനല്ലയോ? അപ്പൊ അധസ്ഥിതരുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന ആരെയാ? അത് അയ്യങ്കാളിയാ. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് AK ഗോപാലനും അധസ്ഥിതരുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ്. അത് ഓർത്തു വെക്കുക. അടുത്തത് ഏറ്റവും ലേറ്റസ്റ്റ് കറണ്ട് അഫെയർ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട മന്നത്ത് പത്മനാഭൻ നമ്മൾ നവോത്ഥാനത്തിൽ പഠിക്കുന്ന ഒരു ഏരിയ ആണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രക്ഷേപണം ആരംഭിക്കുന്ന റേഡിയോ ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ അശ്വമേധം, ഓപ്ഷൻ ബി ആകാശവാണി, ഓപ്ഷൻ സി ഹരിവരാസനം, ഓപ്ഷൻ ഡി ദേവസംഗീതം. ആൻസർ ഓപ്ഷൻ സി ഹരിവരാസനമാണ്. അപ്പൊ നമുക്കറിയാം ഹരിവരാസനവുമായി ബന്ധപ്പെട്ട് കേരള PSC ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ആനുകാലിക സംഭവമാണ് കേരളത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ബോർഡ് ഏറ്റവും പുതിയതായിട്ട് പ്രക്ഷേപണം ആരംഭിക്കുന്ന റേഡിയോ ഹരിവരാസനമാണ്. അതൊന്ന് ഓർത്തു വെക്കുക. മത്സര പരീക്ഷയിൽ ഈ ഒരു 4 പോയിന്റുകൾ നിങ്ങളൊന്ന് ഓർത്തു വെക്കുക. ഇത് വേണമെങ്കിൽ കറണ്ട് അഫേഴ്സ് ആയിട്ടല്ല, കേരള ഹിസ്റ്ററി നവോത്ഥാനത്തിൽ നിന്നാണ് ചോദ്യം. SCERT സ്കൂൾ ടെക്സ്റ്റ് ആണ്. പ്രാചീന കേരളത്തിൽ അല്ലെങ്കിൽ പ്രാചീന തിരുവിതാംകൂറിൽ ക്ഷേത്രങ്ങളുടെ ഭൂമി അറിയപ്പെടുന്ന പേര് ദേവസ്വം എന്നാണ്. നിങ്ങളെ കുഴപ്പിക്കുന്ന ഒരു സാധ്യതയില്ല, കാരണം ദേവന്റെ ഭൂമിയാണ് ക്ഷേത്രഭൂമി. ദേവസ്വം മറക്കരുത്. ബ്രാഹ്മണ ഭൂമി, ബ്രാഹ്മണർക്ക് ദാനമായി കിട്ടിയ ഭൂമി അറിയപ്പെടുന്ന പേരാണ് ബ്രഹ്മസ്വം. ഈ 2 നമ്മളെ കുഴപ്പിക്കത്തില്ല. ഈ 2 ഇനി നമ്മളെ തെറ്റിക്കാൻ പോകുന്ന സാധ്യതയുള്ള ഒരു ഏരിയ. കഴകഭൂമി അറിയപ്പെടുന്ന പേര് വിരുത്തി എന്നാണ്. 2022 നടത്തിയ കൂലി വർക്കർ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ്: ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പശ്ചാത്തലത്തിൽ ക്ഷേത്ര കഴകക്കാർക്ക് പതിച്ചു നൽകിയ ഭൂമിയെ അറിയപ്പെടുന്ന പേര് എന്താണ്? ഉത്തരം വിരുത്തി എന്നാണ് അന്ന് PSC വാല്യൂ ചെയ്തത്. കാരണം കഴകഭൂമി അറിയപ്പെടുന്ന പേരാണ് വിരുത്തി. ഒന്ന് ഓർത്തു വെക്കണം. ഇനി രാജാവ് അല്ലെങ്കിൽ ഈ പറയുന്ന നാടുവാഴിയുടെ ഭൂമി അറിയപ്പെടുന്ന പേരാണ് ചേരിക്കൽ അല്ലെങ്കിൽ പണ്ടാരവക. അപ്പൊ ഈ പറഞ്ഞ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ റേഡിയോ സംപ്രേഷണം ചെയ്യുന്ന ചാനലിനെ പറ്റി പറഞ്ഞപ്പം ഈ പറഞ്ഞ 4 പോയിന്റ് പറഞ്ഞു അല്ലെങ്കിൽ ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇത് ആനുകാലികമല്ല, ഇത് മുൻകാല വർഷങ്ങളിലെ കേരള PSC ക്വസ്റ്റ്യൻ ആണ്. ഇനി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പുരസ്കാരമാണ് ലതാ മങ്കേഷ്കർ പുരസ്കാരം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് വിശ്വസിക്കുന്നു. ലതാ മങ്കേഷ്കർ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് 2022 ലതാ മങ്കേഷ്കർ പുരസ്കാരം ഏർപ്പെടുത്തുന്നത്. 2022 പ്രഥമ ലതാ മങ്കേഷ്കർ പുരസ്കാരം കിട്ടിയത് നരേന്ദ്രമോദിക്കാണ്. നമുക്കറിയാം നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട് 2 പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ നിങ്ങൾ പഠിക്കും.
എക്സാം വാരിയേഴ്സ് എന്ന പുസ്തകം എഴുതിയത് നരേന്ദ്രമോദിയാണ്. ലെറ്റേഴ്സ് ടു മദർ, മറക്കല്ലേ, എക്സാം വാരിയേഴ്സ്, ലെറ്റേഴ്സ് ടു മദർ എന്നീ 2 പുസ്തകങ്ങൾ നരേന്ദ്രമോദിയുടേതാണ്. 2022 പ്രഥമ ലതാ മങ്കേഷ്കർ പുരസ്കാരം ലഭിച്ചത് നരേന്ദ്രമോദിക്കാണ്. 2023 ലതാ മങ്കേഷ്കർ പുരസ്കാരം ലഭിച്ചത് ആശാ ഭോസ്ലെക്കും 2024 ഏറ്റവും ലേറ്റസ്റ്റ് ആയി ലഭിച്ചത് അമിതാഭ് ബച്ചനാണ്. അപ്പൊ 2022 നരേന്ദ്രമോദി, 2023 ആശാ ഭോസ്ലെ, 2024 അമിതാഭ് ബച്ചൻ. അതൊക്കെയാണല്ലോ. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ആനുകാലിക സംഭവം, ഇന്ത്യയിൽ ഇലക്ട്രൽ ബോണ്ട് പദ്ധതി എന്നറിയപ്പെടുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് കടപ്പത്രം എന്ന് പറയും. ആ ഇലക്ട്രൽ ബോണ്ട് പദ്ധതി റദ്ദാക്കി സുപ്രീം കോടതി ഉത്തരവാക്കിയതെന്നാണ്. ഇതാണ് ചോദ്യം. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു ആശയം എന്ന് പറഞ്ഞാൽ, എന്താ ഈ ഇലക്ട്രൽ ബോണ്ട്? പരീക്ഷയ്ക്ക് എന്താണ് വട്ടി മീൻ ബൈ ഇലക്ട്രൽ ബോണ്ട് എന്നല്ല ചോദിക്കുന്നത്. ഈ ഇലക്ട്രൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യാനും എൻക്യാഷ് ചെയ്യാനും അധികാരമുള്ള ഒരു ബാങ്കേ ഇന്ത്യയിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന SBI ആണ്. മറക്കരുത്. 2024 ഇന്ത്യയിൽ ഏറ്റവും മികച്ച ബാങ്കായി തിരഞ്ഞെടുത്ത ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അതിന്റെ ക്വസ്റ്റ്യനുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കടപ്പത്രം അല്ലെങ്കിൽ ഇലക്ട്രൽ ബോണ്ട് പദ്ധതി റദ്ദാക്കിക്കൊണ്ട് സുപ്രീം കോടതി ഉത്തരവിറക്കിയത് എന്നാണ് ചോദിച്ചാൽ അത് 2024 ഫെബ്രുവരി 15 എന്നോർത്തു വെക്കണം. ഇനി ഇന്ത്യയിൽ ഇലക്ട്രൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നതിനും എൻക്യാഷ് ചെയ്യുന്നതിനും അധികാരമുണ്ടായിരുന്ന ബാങ്ക് അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെന്ന് ഓർത്തു വെക്കുക. ഇതിന്റെ കൂടെ മുൻകാല വർഷങ്ങളിൽ നിരവധി തവണ ചോദിച്ച ചോദ്യം, വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ശക്തികാന്ത ദാസിനെ മറക്കരുത്, വളരെ പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ ഒരു പുരസ്കാരമുണ്ട്. ആ ലേറ്റസ്റ്റ് കണ്ടന്റ് ഉൾപ്പെടെ നമ്മൾ പോളായിട്ട് എക്സാം ആയിട്ട് വർക്കൗട്ട് ചെയ്ത് ടെലഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. അതൊന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പം വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. കൃഷിക്കും ഗ്രാമവികസനത്തിന് വേണ്ടി ഇന്ത്യയിൽ നിലവിൽ വന്ന ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ അത് നബാർഡാണ്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞേക്കുന്ന ചോദ്യം ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കടപ്പത്രം അല്ലെങ്കിൽ ഇലക്ട്രൽ ബോണ്ട് പദ്ധതി സുപ്രീം കോടതി റദ്ദാക്കിക്കൊണ്ട് ഉത്തരവാക്കുന്നത് 2024 ഫെബ്രുവരി 15 എന്ന് മാത്രം ഓർക്കുക. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആനുകാലിക സംഭവമാണ്. നിലവിലെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണ്? നമുക്കറിയാം, കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട് 18ാം ലോക്സഭയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉറപ്പായും നമ്മൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയിൽ കാണും. ആ കാണും എന്നൊരു പ്രതീക്ഷയിൽ തന്നെ കേന്ദ്ര മന്ത്രിസഭയുടെ PDF, നൊബേൽ പുരസ്കാരത്തിന്റെ PDF, ദാദാ സാഹിബ് ഫാൽക്കെ അല്ലെങ്കിൽ ഈ പറഞ്ഞേക്കുന്ന സാഹിത്യ പുരസ്കാരങ്ങളുടെ PDF, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ PDF, ഇൻഡെക്സിന്റെ PDF, ഓരോ പ്രധാനപ്പെട്ട ദിനങ്ങളും അവയുടെ പ്രത്യേകതകളും അടങ്ങുന്ന ഏകദേശം ഒരു 15-ലധികം എന്ന് പറഞ്ഞാൽ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി എനിക്ക് 150, 200 ഭയം കൂടുതലാക്കാൻ വേണ്ടി, കൂടുതൽ ഒന്നാമത്തെ പരീക്ഷാ സമയമാണ്, അതിനിടയിൽ കൂടുതൽ ഭയം ഉണ്ടാക്കാൻ വേണ്ടി 1000 PDF എന്നൊക്കെ വേണമെങ്കിൽ തള്ളിമറിക്കാം. അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. മിനിമം ഒരു 15 PDF അതിനകത്ത് കാണും. അതൊന്ന് വായിച്ചു നോക്കുക. ആ 15 PDF എന്ന് ഞാൻ പറഞ്ഞാലും ചെന്ന് നോക്കുമ്പോൾ ചിലപ്പം 150 PDF കാണാം, 120 PDF കാണാം. അത് വായിച്ചെടുക്കുന്ന പോലെയിരിക്കും. അപ്പം നിലവിലെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് മന്ത്രി ആര് എന്നാണ് ചോദ്യം. ഈ സാംസ്കാരിക വകുപ്പ് നമ്മൾ കേൾക്കുമ്പോൾ നമുക്കറിയാം, കേരളത്തിലെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂരാണെന്ന് തർക്കമില്ലാതെ നമുക്ക് കിട്ടുമല്ലോ. കിട്ടത്തില്ലേ? തെറ്റൊന്നുമില്ല. ഈ കേന്ദ്ര മന്ത്രിസഭ പഠിക്കാൻ ഓരോ ലോജിക്കുണ്ട്, ഓരോ കോഡ് പോലെ. കോഡല്ല ഞാൻ പറയുന്ന, ഒരു ലോജിക്ക്, ഓരോ ഫ്രെയിം ആയിട്ട് ഓർത്തു വെച്ചാൽ മതി. നിലവിലെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് എങ്ങനെ പോയാലും അമിത്ഷാ വരത്തില്ല, നിർമ്മല സീതാരാമനും വരത്തില്ല, ധർമ്മേന്ദ്ര പ്രധാനും വരത്തില്ല. പിന്നെ വരുന്നത് ഗജേന്ദ്ര സിംഗ് ഷെഖാവത്താണ് എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. നിങ്ങൾ ഓർക്കാൻ വേണ്ടി, സാംസ്കാരിക വകുപ്പ്, കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂരാണ്. തൃശ്ശൂർ പൂരം വന്നാൽ നമുക്ക് ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ഫ്രെയിം എന്ന് പറഞ്ഞാൽ എന്താണ്? വെടിക്കെട്ടല്ലാതെ, തൃശ്ശൂർ പൂരത്തിന് വെടിക്കെട്ടല്ലാതെ രണ്ടാമതായിട്ടോ അല്ലെങ്കിൽ ആദ്യമായി വരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കുടമാറ്റമാണ്, അല്ലെ? അപ്പൊ ഇത് ഗജേന്ദ്രൻ, ഗജം, ആന, ഇതാണ് ലോജിക്ക്. ഇതൊരു ഫ്രെയിം ആയിട്ട്, ഇത് കാണാപ്പാട് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നിലവിലെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണ്? അത് ഗജേന്ദ്ര സിംഗ് ഷെഖാവത്താണ്. അപ്പൊ ചില ആളുകൾ മനസ്സ് വിചാരിക്കും, കേന്ദ്ര സാംസ്കാരിക വകുപ്പുമായി ബന്ധപ്പെട്ട് സഹമന്ത്രി സ്ഥാനമുണ്ടല്ലോ, അതുണ്ട്. ഇത് കേന്ദ്ര സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണ്? ഗജേന്ദ്ര സിംഗ് ഷെഖാവത്താണ്. അതൊന്ന് ഓർത്തു വെക്കണം. അപ്പൊ കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട് ഈ 3 പോർട്ട്ഫോളിയോ ഒന്ന് ഓർത്തു വെക്കണേ. അമിത്ഷയ്ക്ക്
ഏതൊക്കെ പോർട്ട്ഫോളിയോ നിങ്ങൾക്ക് അറിയാവുന്ന? ഒന്ന്, അദ്ദേഹം ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. സഹകരണ മന്ത്രാലയം മറക്കരുത്, ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേന്ദ്ര മന്ത്രിസഭയിൽ എന്ത് വരുന്നത്? സഹകരണ വകുപ്പ് വരുന്നത്. ആ സഹകരണ മന്ത്രാലയത്തിന്റെ നിലവിലെ ചുമതല അമിത്ഷയ്ക്കാണ്. നിർമ്മല സീതാരാമൻ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്, കോർപ്പറേറ്റ് കാര്യ വകുപ്പ് മന്ത്രിയാണ്. ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. നമുക്കറിയാം, വിദ്യാധനം സർവധനാൽ പ്രധാനം എന്നല്ല പറഞ്ഞ പ്രധാൻ, ധർമ്മേന്ദ്ര പ്രധാൻ. ഹാളിൽ കയറുമ്പോൾ ഇങ്ങനെയൊക്കെ ഓർമ്മയിൽ വരണം. അപ്പൊ കേന്ദ്ര മന്ത്രിസഭ ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. പാരീസ് ഒളിമ്പിക്സ് പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. പാരാലിമ്പിക്സ്, അങ്ങനെ ഓരോ ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്ത് പോയി കഴിഞ്ഞാൽ 20-ൽ നേടാൻ നമുക്ക് സാധിക്കും. എന്നിരുന്നാലും നമ്മുടെ വായനയുടെ അടിസ്ഥാനത്തിൽ പുറകിലോട്ട് പോകേണ്ട ഒരാവശ്യമില്ല, വായിച്ചു പോവുക. ഓക്കെ. അടുത്തത് 18ാം ലോക്സഭയുമായി ബന്ധപ്പെട്ട് സ്പീക്കറെ നമ്മൾ നേരത്തെ പറഞ്ഞാണ്, ഓം ബിർളയാണ്. അദ്ദേഹത്തിന് മണ്ഡലം പറഞ്ഞു, രാജസ്ഥാനിലെ കോട്ട മണ്ഡലം. 18ാം ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് ആരാണ്? രാഹുൽ ഗാന്ധി ആണല്ലോ. രാഹുൽ ഗാന്ധി പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലം റായ്ബറേലിയാണ്. അപ്പൊ സ്പീക്കർ അല്ലാതെ പ്രോട്ടേം സ്പീക്കർ കൂടി ഒന്ന് ഓർത്തു വെക്കുക. അത് ഭർത്തൃഹരി മെഹ്താബ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് പ്രോട്ടേം സ്പീക്കർ. സ്പീക്കർ മറക്കല്ലേ. ഓം ബിർള 18ാം ലോക്സഭയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യമാണ്. അടുത്തത് നിങ്ങൾ നോക്കൂ, മത്സര പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന 2 ചോദ്യങ്ങളാണ് ഇപ്പോഴത്തെ ഏഷ്യയിൽ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കോഴിക്കോടുമായി ബന്ധപ്പെട്ട് സഹകരണ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞേക്കുന്ന സാഹിത്യ നഗരമായി, ഏഷ്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ചത് കോഴിക്കോടിനെയാണ്. ഇത് ഒരു ചോദ്യം വന്നു തുടങ്ങി ഒരു മിനിമം ഒരു 10 മത്സര പരീക്ഷയ്ക്കെങ്കിലും ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇതും. ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരം അത് കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ജല ബജറ്റ് ആരംഭിച്ച അല്ലെങ്കിൽ തയ്യാറാക്കിയ സംസ്ഥാനം ചോദിച്ചാൽ അത് കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ ജല ബജറ്റ് തയ്യാറാക്കുന്ന പദ്ധതിക്ക് തുടക്കമിട്ടൊരു സ്ഥലമുണ്ട്, അത് കണ്ണൂരാണ്. കണ്ണൂർ ജില്ലയിലെ ധർമ്മടം എന്നറിയപ്പെടുന്ന മണ്ഡലത്തിലാണ് ഈ പദ്ധതി തുടക്കമിടുന്നത്. ഈ ധർമ്മടത്തിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. എന്താ ധർമ്മടത്തിന്റെ പ്രത്യേകത? കേരളത്തിൽ ഓരോ മന്ത്രിമാരും അവര് പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലവും പരീക്ഷയ്ക്ക് ചോദിക്കും. അങ്ങനെ കേരളത്തിലെ മന്ത്രിമാരെന്നറിയപ്പെടുന്ന കേരളത്തിലെ മന്ത്രിസഭ അല്ലെങ്കിൽ കേരള മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ഒരു PDF ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളും ആ പറയുന്ന മന്ത്രിമാർ പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലവും കൊടുത്തിട്ടുണ്ട്. അത് പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പൊ ഇവിടെ പിണറായി വിജയൻ, കേരള മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയൻ മത്സരിച്ച് വിജയിച്ച നിയമസഭാ മണ്ഡലമാണ് ധർമ്മടം. ഈ ധർമ്മടത്താണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ ജല ബജറ്റ് തയ്യാറാക്കുന്ന പദ്ധതിക്ക് തുടക്കമിട്ട മണ്ഡലമായിട്ട് ധർമ്മടത്തെ എടുക്കുന്നത്. ആ പദ്ധതിക്ക് ഒരു പേരുണ്ട്, ആ പദ്ധതിയുടെ പേര് ഉറവ എന്നാണ്. ഇനി ഈ ധർമ്മടത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് സമ്പൂർണ്ണ ലൈബ്രറി നിയോജക മണ്ഡലം ഏതെന്ന് ചോദിച്ചാൽ അത് ധർമ്മടമാണ്. അതുകൂടി ഒന്ന് ഓർമ്മയിൽ സൂക്ഷിക്കുക. അടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, മത്സര പരീക്ഷകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പോയിന്റ്മെന്റുകളാണ്. നിയമനങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ചോദിക്കും ഉറപ്പായിട്ടും. അപ്പൊ അതിൽ ഇന്ത്യയുടെ തന്നെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ്, ഇന്ത്യയുടെ സർവ്വ സൈന്യാധിപൻ, ഇന്ത്യയുടെ പ്രഥമ പൗരൻ എന്നൊക്കെ ആ ഒരു തലക്കെട്ടോടുകൂടി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വ്യക്തിത്വം ഇന്ത്യയുടെ രാഷ്ട്രപതി അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രസിഡന്റാണ്. അദ്ദേഹം അല്ലെങ്കിൽ ആ പറയുന്ന വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട കണ്ടന്റാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഇത് മുൻകാല വർഷ ചോദ്യങ്ങളാണ്. മുൻകാല വർഷങ്ങളിലെ പ്രധാനപ്പെട്ട, മുൻകാല വർഷം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷവും ഈ വർഷവും ഒക്കെ നടത്തിയ പരീക്ഷകളിൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഉൾപ്പെടെ LDC നിലവാരത്തിലുള്ള പരീക്ഷകളിൽ സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെയുള്ള ചോദ്യം ചോദിച്ചു. അപ്പൊ രാഷ്ട്രപതി സ്ഥാനത്തെത്തുന്ന 15ാമത് വ്യക്തിത്വമാണ് ദ്രൗപദി മുർമു. മറക്കരുത്, സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച ആദ്യത്തെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ആണ്. സാന്താൾ വിഭാഗത്തിൽ ജനിച്ചതാണ് ദ്രൗപദി മുർമു. ഇന്ത്യയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതി, 64ാമത്തെ വയസ്സിലാണ് ദ്രൗപദി മുർമു ഇന്ത്യയിൽ രാഷ്ട്രപതി ആകുന്നത്. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതി ആരെന്ന് ചോദിച്ചാൽ അത് ആര് തന്നെ? ദ്രൗപദി മുർമു ആണ്. ഇനി ഇന്ത്യയുടെ രാഷ്ട്രപതി ആകുന്ന 2ാമത്തെ വനിതയാണല്ലോ ദ്രൗപദി മുർമു. ആദ്യ വനിത ആരാ? ഇന്ത്യയുടെ രാഷ്ട്രപതിയാകുന്ന ആദ്യ വനിത പ്രതിഭ ദേവി സിംഗ് പാട്ടീൽ അല്ലേ? അപ്പൊ ഇന്ത്യയുടെ രാഷ്ട്രപതിയാകുന്ന 2ാമത്തെ വനിതയാണ് ദ്രൗപദി മുർമു. ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ജനനം ഒഡീഷയിലാണെന്ന് ഓർത്തു വെക്കണം. ഒഡീഷയുമായി ബന്ധപ്പെട്ട് നമുക്ക് വേണ്ട പ്രധാനമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്, ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഉത്കൽ, കലിംഗം എന്നീ പേരുകളിൽ അറിയപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനമാണ് ഒഡീഷ. ഒഡീഷ തീരത്തിന്റെ മറ്റൊരു പേരാണ് ഉത്കൽ തീരം, കലിംഗം തീരം. കേരള PSC ഏറ്റവും ലേറ്റസ്റ്റ് ആയി ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചു.
കലിംഗം എയർപോർട്ട്, ഉത്കൽ എയർപോർട്ട്, കലിംഗം എയർപോർട്ട് അല്ല, ഉത്കൽ എയർപോർട്ട് ഏത് സംസ്ഥാനത്താണ് നിലവിലുള്ളത്? ഒഡീഷയിലാണ്. ഒഡീഷയിലാണ് ഈ ദ്രൗപദി മുർമുവിന്റെ ജനനം. ഓക്കെ, രാഷ്ട്രപതി ആകുന്നതിന് മുമ്പ് ഈ പറയുന്ന ദ്രൗപദി മുർമു എന്ന വ്യക്തിത്വം ജാർഖണ്ഡ് ഗവർണർ പദവി വഹിച്ചത് 2015 മുതൽ 2021 വരെ ഇങ്ങനെ തന്നെ സ്റ്റേറ്റ്മെന്റ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ജാർഖണ്ഡിലെ ആദ്യ വനിതാ ഗവർണർ ആരാ? അതും ദ്രൗപദി മുർമു. അപ്പൊ ഇന്ത്യയുടെ രാഷ്ട്രപതിയാകുന്ന രണ്ടാമത്തെ വനിത ദ്രൗപദി മുർമു ആണ്. ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു ആണ്. ജനനം ഒഡീഷയാണ്, മറക്കരുത്, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഓക്കെ, ഇനി ജാർഖണ്ഡിന് തന്നെ കാലാവധി പൂർത്തിയാക്കിയ ആദ്യ ജാർഖണ്ഡ് ഗവർണർ ആരെന്ന് ചോദിച്ചാലും അതും ആര് തന്നെ? ദ്രൗപദി മുർമു. ഈ ദ്രൗപദി മുർമുവിനെതിരെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച പ്രതിപക്ഷ സ്ഥാനാർത്ഥിയുടെ പേര് യശ്വന്ത് സിൻഹ എന്നാണ്. അതുകൂടി ഒന്ന് ഓർത്തു വെക്കുക. അപ്പൊ എന്തായാലും രാഷ്ട്രപതിയെ പറ്റി പഠിച്ചു. ഇനി ഉപരാഷ്ട്രപതിയെ കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കണം. നിലവിലെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ആണ്. ഉപരാഷ്ട്രപതി ആകുന്ന 14ാമത്തെ വ്യക്തിയാണ് ആര്? ജഗദീപ് ധൻഖർ. രാജസ്ഥാൻ സ്വദേശിയാണ് ജഗദീപ് ധൻഖർ. ഇദ്ദേഹം നേരത്തെ ആരായിരുന്നു? ബംഗാൾ ഗവർണർ ആയിരുന്നു. ഇപ്പൊ ഉപരാഷ്ട്രപതിയാകുന്ന 14ാമത്തെ വ്യക്തിയാണ് ആര്? ജഗദീപ് ധൻഖർ. അപ്പൊ ഇത്രയും ആനുകാലിക സംഭവങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു, ശരിയല്ലേ? ഇനി ഇത്രയും പറഞ്ഞതിൽ 2024 ജനുവരി ഫെബ്രുവരി മാസത്തിലെ എല്ലാ കറണ്ട് അഫയേഴ്സ് ഉണ്ട്. ഇനി 2024 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള PSC ബുള്ളറ്റിന്റെ നവംബർ 15 പ്രസിദ്ധീകരണത്തിലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് നമ്മൾ എടുത്തു പോവുകയാണ്. അത് തന്നെ ആദ്യം കൊടുത്തേക്കുന്ന ഒരു ഏരിയ കേരളം. നമ്മൾ PSC ബുള്ളറ്റിന്റെ പ്രത്യേകത വായിക്കുമ്പോൾ എല്ലാം മിക്സ് ചെയ്താണ് കൊടുത്തേക്കുന്നത്. കേരളം, അതിനുശേഷം ലോകം, അതിനുശേഷം സയൻസ് ആൻഡ് ടെക്നോളജി, അതിനുശേഷം ആ ഒരു ഓർഡറിലായിരിക്കും. അല്ലാതെ കേരളം മാത്രം അല്ലെങ്കിൽ ഇന്ത്യ മാത്രം അങ്ങനെയല്ല. ഓരോ തരംതിരിവൊന്നുമില്ല, എല്ലാം റാൻഡമായി കിടക്കുവാണ് അല്ലെങ്കിൽ മിക്സ് ചെയ്ത് കിടക്കുവാണ്. അതിനെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു നോട്ടായിട്ട് എടുക്കുകയാണ്. ഒന്ന്, കേരളവുമായി ബന്ധപ്പെട്ട് 2024 നവംബർ 15 PSC ബുള്ളറ്റിനിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട വസ്തുതകൾ. ഒന്ന്, കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് ഒരു നിരീക്ഷണം പറയുന്നു. മാധ്യമ സ്വാതന്ത്ര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 4th എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പത്രങ്ങളെ, ഈ പത്രങ്ങളുമായി ബന്ധപ്പെട്ട് മാധ്യമ സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലികാവകാശത്തിന്റെ ഭാഗമാണ്. അത് നിയന്ത്രിക്കാനാകില്ല എന്ന് നിരീക്ഷിച്ച ഇന്ത്യയിലെ ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഒന്ന് ഓർത്തു വെക്കുക. നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ഈ പറയുന്ന കണ്ടന്റുകളെല്ലാം മത്സര പരീക്ഷയ്ക്ക് ഗുണം കിട്ടുന്ന രീതി നമ്മൾ പഠിച്ചു പോവാം. കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട്, ഇപ്പൊ കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതി നിലവിലെ ചീഫ് ജസ്റ്റിസിനെ നമ്മൾ നേരത്തെ പറഞ്ഞു. അതിന്റെ പോള് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം, ഗ്രൂപ്പിൽ കൊടുത്തേപ്പോൾ. രണ്ടാമത്തെ ചോദ്യം, കുഴിബോംബ് കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഏകലവ്യ എന്ന് പേരിട്ട ഡ്രോൺ വികസിപ്പിച്ചത് കേരളത്തിലെ ഒരു സർവകലാശാലയാണ്. അത് കേരള ഡിജിറ്റൽ സർവകലാശാലയാണ്. കേരള ഡിജിറ്റൽ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ആനുകാലിക സംഭവങ്ങളുണ്ട്. അത് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അന്ന് വായിച്ചു പോകും. ഓക്കെ, അപ്പൊ മാധ്യമ സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലികാവകാശത്തിന്റെ ഭാഗമാണ്. അത് നിയന്ത്രിക്കാനാകില്ല എന്ന് നിരീക്ഷിച്ച ഹൈക്കോടതി കേരള ഹൈക്കോടതിയാണ്. കേരള ഹൈക്കോടതിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയുണ്ട്, അത് മറക്കരുത്. എന്താ കേരള ഹൈക്കോടതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത? കേസുകൾ ഫയൽ ചെയ്യാൻ വേണ്ടി ഇന്ത്യയിൽ ആദ്യമായിട്ട് ആപ്പ് സംവിധാനം കൊണ്ടുവന്ന, അതായത് നമ്മൾ മൊബൈൽ ആപ്പ് സംവിധാനം കൊണ്ടുവന്ന ഹൈക്കോടതി കേരള ഹൈക്കോടതിയാണ്. കൊല്ലം ജില്ലാ കോടതിക്ക് പ്രത്യേകതയുണ്ട്. കൊല്ലം ജില്ലാ കോടതിക്ക് പ്രത്യേകതകൾ, അങ്ങനെ ഒത്തിരി പ്രത്യേകതകളുണ്ട് കോടതി സംവിധാനവുമായി ബന്ധപ്പെട്ട ആനുകാലിക സംഭവത്തിൽ. അതൊന്ന് ഓർത്തു വെക്കുക. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ആനുകാലിക സംഭവം, UN ഷാങ്ഹായ് ഗ്ലോബൽ പുരസ്കാരം 2024 നേടിയ കേരളത്തിലെ കോർപ്പറേഷൻ ഏതാണ്? 2024 UN ഷാങ്ഹായ് ഗ്ലോബൽ പുരസ്കാരം നേടിയ കേരളത്തിലെ കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷനാണ്. കേരളത്തിൽ ആകെ 6 കോർപ്പറേഷനുകളാണ് ഉള്ളത്. ഇന്ത്യയിൽ നിന്ന് ഈ പുരസ്കാരം, അതായത് UN ഷാങ്ഹായ് ഗ്ലോബൽ പുരസ്കാരം നേടുന്ന ആദ്യ നഗരം തിരുവനന്തപുരം. ആദ്യ കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ. ഈ തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ മേയർ ആണല്ലോ ആര്യ രാജേന്ദ്രൻ. നമുക്കറിയാം, നേരത്തെയൊക്കെ വാർത്തകളിലൊക്കെ സജീവമായ വ്യക്തിത്വമാണ്. വിവാദം അല്ലെങ്കിൽ നമ്മൾ പോസിറ്റീവായിട്ടുള്ള വാർത്തകളുമുണ്ട്, നെഗറ്റീവായിട്ടുള്ള വാർത്തകളുമുണ്ട്. ഇപ്പൊ ഇതൊരു നല്ലൊരു പോസിറ്റീവായിട്ടുള്ള വാർത്തയാണ് UN ഷാങ്ഹായ് ഗ്ലോബൽ പുരസ്കാരം, ശരിയല്ലേ? ഇപ്പൊ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായ ഈ ആര്യ രാജേന്ദ്രന് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയുണ്ട്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ മേയർ ആണല്ലോ ആര്യ രാജേന്ദ്രൻ. ഈ ആര്യ രാജേന്ദ്രൻ ഏത് വാർഡിൽ നിന്നാണ് പ്രതിനിധാനം ചെയ്യുന്നത്? തിരുവനന്തപുരത്തിലെ മുടവൻ മുകൾ വാർഡിൽ നിന്നാണ്
പ്രതിനിധാനം ചെയ്യുന്നത് എന്നോർത്ത് വെക്കുക. നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ചോദ്യം എന്ത് തന്നെ, UN ഷാങ്ഹായ് ഗ്ലോബൽ പുരസ്കാരം 2024 നേടിയ കേരളത്തിലെ കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷനാണ്. കേരളത്തിലാകെ 6 കോർപ്പറേഷനാണ് ഉള്ളത്. ആദ്യ കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷനാണ്. ഏറ്റവും അവസാന കോർപ്പറേഷൻ കണ്ണൂർ കോർപ്പറേഷനാണ്. ആ കോർപ്പറേഷനുകളിലൊക്കെ പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് ആണ് ഈ പറയുന്ന UN ഷാങ്ഹായ് ഗ്ലോബൽ പുരസ്കാരവുമായി ബന്ധപ്പെട്ട്. ഓക്കെ, അടുത്തത് 2025 ജനുവരി 20 കറണ്ട് അഫെയർ ആയി. 2025 അടുത്ത വർഷം ജനുവരി 20 പ്രസിഡന്റായി അധികാരമേൽക്കുന്ന ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡന്റ് ആണ് എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അമേരിക്കൻ പതാകയിലെ നക്ഷത്രങ്ങളുടെ എണ്ണം 50 ആണ്. 50 സംസ്ഥാനങ്ങളെയാണ് ഈ 50 നക്ഷത്രങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പൊ 2025 ജനുവരി 20 പ്രസിഡന്റായിട്ട് അധികാരമേൽക്കുന്ന ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡന്റ് ആണെന്ന് ചോദിച്ചാൽ 47ാമത്തെ പ്രസിഡന്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഡൊണാൾഡ് ട്രംപുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ആകുന്ന ഏറ്റവും പ്രായം കൂടിയ ആള് ഡൊണാൾഡ് ട്രംപ് ആണ്. 78 വയസ്സുണ്ട് അദ്ദേഹത്തിന്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടന്റ് ആ PSC ബുള്ളറ്റിനിൽ കൊടുത്തിട്ടുണ്ട്. 130 വർഷത്തിന് ശേഷം തുടർച്ചയായി അല്ലാതെ വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തെത്തുന്ന വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ്. ഈ ഡൊണാൾഡ് ട്രംപിനെതിരെ മത്സരിച്ച് പരാജയപ്പെട്ടു. എതിർ സ്ഥാനാർത്ഥി കമല ഹാരിസ് ആണ്. ഇന്ത്യൻ വംശജയാണ്. അവരുടെ പാർട്ടി ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. അപ്പൊ അതൊന്ന് ഓർത്തു വെക്കുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ആനുകാലിക സംഭവം സൗരയൂഥത്തിന് പുറത്ത് സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ഏകദേശം 7ഓളം PDF നോട്ട് സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞേക്കുന്ന ചന്ദ്രയാൻ, ഗഗൻയാൻ, സമുദ്രയാൻ തുടങ്ങി എല്ലാ സയൻസ് ആൻഡ് ടെക്നോളജിയുടെയും എക്സ്പോസാറ്റ് ഉൾപ്പെടെയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് കണ്ടന്റ് ഉൾപ്പെടെയുള്ള PDF നമ്മുടെ PSC ഇൻഫ്ലുവൻസറിന്റെ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ വായിക്കുക. വായിച്ച് സിൻസിയർ ആയിട്ട് പരീക്ഷ പോയി അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ സൗരയൂഥത്തിന് പുറത്ത് ഭൂമിയേക്കാൾ 5 ഇരട്ടി വലുപ്പവും 60 ഇരട്ടി ഭാരവുമുള്ള ഗ്രഹം കണ്ടെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ ശാസ്ത്രജ്ഞർ. ആ ഗ്രഹത്തിന്റെ പേര് TOI 6651. അതൊന്ന് ഓർത്തു വെക്കുക. പ്രധാനപ്പെട്ട ഒരു കറണ്ട് അഫെയർ ആണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കറണ്ട് അഫെയർ ആണ് സ്റ്റാർ 1 എന്ന് പറഞ്ഞ ഒരു റോബോട്ടിനെ പറ്റി അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ചൈനീസ് കമ്പനിയായ റോബോട്ട് ഇറ പുറത്തിറക്കിയ സ്റ്റാർ 1 എന്ന പേരുള്ള ഹ്യൂമനോഡ് റോബോട്ടിന്റെ പ്രത്യേകത ലോകത്തിലെ ഏറ്റവും വേഗമുള്ള റോബോട്ട് എന്ന ഖ്യാതി സ്വന്തമാക്കിയ റോബോട്ട് സ്റ്റാർ 1 ആണ്. റോബോട്ട് ഇറ, ചൈനീസ് കമ്പനിയായ റോബോട്ട് ഇറ പുറത്തിറക്കിയ സ്റ്റാർ 1 എന്ന് പറയുന്ന റോബോട്ടാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വേഗമുള്ള റോബോട്ട് എന്ന ഖ്യാതി സ്വന്തമാക്കുന്നത്. ഈ റോബോട്ട്, സയൻസ് ആൻഡ് ടെക്നോളജി, AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയ ടോപ്പിക്ക് നമ്മൾ ആ PDF-ൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊന്ന് വായിച്ചു വെച്ചേക്കും. അടുത്ത നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇലക്ട്രൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നതും എൻക്യാഷ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു ആനുകാലിക സംഭവം പറഞ്ഞല്ലോ. അതിൽ പറഞ്ഞതാണ് 2024 ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാങ്കായി തെരഞ്ഞെടുത്തത് ഓപ്ഷൻ എ SBI, ഓപ്ഷൻ ബി പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഓപ്ഷൻ സി കേരള ബാങ്ക്, ഓപ്ഷൻ ഡി കേരള ഗ്രാമീൺ ബാങ്ക്. ആൻസർ ആയിട്ട് വരേണ്ടത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന SBI ആണ്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. കേരള ബാങ്കിന്റെ നിലവിലെ CEO ജോർട്ടി M ചാക്കോ റിവൈസ് ചെയ്ത് പോകണം. പിന്നെ ആൻസർ SBI ആണ്. ബാങ്കിങ് എന്നറിയപ്പെടുന്ന മേഖല സമ്പദ് വ്യവസ്ഥയുടെ ഏത് മേഖലയിൽ ഉൾപ്പെടുന്നു? തൃതീയ മേഖലയിലാണ് ഉൾപ്പെടുന്നത്. പാവങ്ങളുടെ ബാങ്കർ എന്നറിയപ്പെടുന്നത് മുഹമ്മദ് യൂനിസ് ആണ്. ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട് ഏറ്റവും ലേറ്റസ്റ്റ് കറണ്ട് അഫെയർ പാവങ്ങളുടെ ബാങ്കർ മുഹമ്മദ് യൂനിസ്. കറണ്ട് അഫെയർ അല്ല, മുൻകാല വർഷ ചോദ്യമാണ്. ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഗവൺമെന്റ് നേതൃസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തി എന്ന ധാരണയിൽ അതൊന്ന് ഓർത്തു വെക്കുക. ദെൻ 5ാം ഉൽപാദക ഘടകം എന്നറിയപ്പെടുന്ന ആരെയാണ്? ബാങ്കിങ്. നമ്മൾ പഠിക്കും ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. നിങ്ങൾ എക്കണോമിക്സ് എന്നറിയപ്പെടുന്ന വലിയൊരു ടോപ്പിക് 5 മാർക്കിന്റെ ടോപ്പിക് വായിക്കുമ്പം നിങ്ങൾ പഠിക്കുന്നതാണ്. ഏതൊരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ 4 പ്രധാനപ്പെട്ട പ്രാഥമിക ഘടകങ്ങൾ ആവശ്യമാണ്. നമ്മൾ പറയും പ്രൈമറി ഫാക്ടേഴ്സ് എന്നാണ് പറയുന്നത്. പ്രാഥമിക ഘടകങ്ങൾ അതിലൊന്നാണ് ലാൻഡ്, രണ്ടാമതാണ് ലേബർ, മൂന്നാമതാണ് ക്യാപിറ്റൽ, നാലാമതാണ് ഓർഗനൈസേഷൻ. ഈ 4നും 4 സംവിധാനത്തിനും തരുന്ന പ്രതിഫലമുണ്ട്. അത് നമ്മൾ പറയുമ്പോൾ ലാൻഡിന് റെന്റ് എന്ന് പറയും, ലേബറിന് വേജ് അല്ലെങ്കിൽ പേയ്മെന്റ് എന്ന് പറയും, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് എന്ന് പറയും, ഓർഗനൈസേഷന് പ്രോഫിറ്റ് എന്ന് പറയും, LLCO എന്ന് പറയും. ഓക്കെ ആണല്ലോ.
പിന്നീട് നമുക്ക് വേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു ടേം എന്ന് അഞ്ചാമത്തെ ഉൽപാദക ഘടകം എന്നറിയപ്പെടുന്നത് ബാങ്കിങ് ആണ്. അപ്പൊ 2024 ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാങ്കായി തെരഞ്ഞെടുത്തത് ആരെയാണ്? അത് SBI ആണ്. സയൻസ് ആൻഡ് ടെക്നോളജി അല്ല, എക്കണോമിക്സ് എന്നറിയപ്പെടുന്ന മേഖലയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആ എക്കണോമിക്സ് എന്നറിയപ്പെടുന്ന മേഖല ഡിസ്കസ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിനെ പറ്റി നിങ്ങൾ പഠിക്കണം. സംസ്ഥാന ബജറ്റ് KN ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിനെ പറ്റി പഠിക്കണം. ആ ബജറ്റിലെ പ്രധാനപ്പെട്ട പദ്ധതികൾ നമ്മൾ PDF ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ചു നോക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് 2024 ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലെ പ്രധാനപ്പെട്ട വ്യക്തികളുടെ വിയോഗങ്ങളാണ്. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, ഈ PDF ചെയ്തപ്പോഴും ഈ കണ്ടന്റ് ക്ലാസ് എടുക്കാൻ വേണ്ടി ഈ കണ്ടന്റ് സെലക്ട് ചെയ്തപ്പോഴും എൻ്റെ മനസ്സിൽ ഒരു തരത്തിലുള്ള ആഹ്ലാദം കണ്ടെത്തുകയല്ല ഞാൻ ചെയ്യുന്നത്. കാരണം ഇപ്പം ചില ആളുകൾ കമന്റ് ചെയ്യും, ചിലപ്പോൾ താഴെ വന്ന് കമന്റ് ചെയ്യും, ഈ വിയോഗങ്ങളൊക്കെ എടുക്കുമ്പോൾ എന്തിനാ ഇങ്ങനെ എനർജി കൊടുക്കുന്നത്? ഒരു മനുഷ്യന്റെ വിയോഗത്തിൽ ആഹ്ലാദം കണ്ടെത്തുകയല്ല, മറിച്ച് PSC മത്സര പരീക്ഷയിൽ എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ PSC പരീക്ഷകളിൽ ഇതൊരു മാർക്കായിട്ട് വരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഈ ടോപ്പിക് എടുക്കുന്നത്, അതുകൊണ്ട് മാത്രമാണ് ഈ കണ്ടന്റ് ചെയ്തേക്കുന്നത്. അതല്ലാതെ ഒരു ഊർജവും ഒരു ആഹ്ലാദവും ഈ ഒരു ടോപ്പിക് എടുക്കുന്നതിലൂടെ ഞാൻ കണ്ടെത്തുന്നില്ല. അപ്പൊ എല്ലാവർക്കും ഈ ഒരു ടോപ്പിക് എങ്ങനെ വരും, അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് പഠിക്കുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി തരിക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. മിക്ക ആളുകൾക്കും ഈ ഒരു ടോപ്പിക് അറിയാവുന്നതാണ്. ഒരാള് വിയോഗം എടുക്കുന്ന സമയത്ത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഏത് മേഖലയാണ്, ഇപ്പൊ ഏതെങ്കിലുമൊക്കെ വാദ്യ ഉപകരണവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ആ വാദ്യ ഉപകരണം താഴെ പറയുന്നതിൽ ഏത് വ്യക്തിയുമായി ബന്ധപ്പെട്ടതാണ്, ഇങ്ങനെയാണ് ചോദ്യം വരുന്നത്. അല്ലെങ്കിൽ ആ പറയുന്ന വ്യക്തിയുടെ ഏതെങ്കിലും കലാസൃഷ്ടി ഉണ്ടെങ്കിൽ ആത്മകഥയാകാം, ചിലപ്പോൾ പ്രധാനപ്പെട്ട മേഖലകളാകാം, ചരിത്ര പ്രസിദ്ധീകരണങ്ങളാകാം, പുസ്തകങ്ങളാകാം, ജീവചരിത്രമാകാം, ഏതെങ്കിലുമൊക്കെ വ്യവസായ കേന്ദ്രങ്ങളാകാം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ടോപ്പിക്കാണ് നമുക്ക് വേണ്ടത്. അതല്ലാതെ ആ വ്യക്തി എന്ന് ജനിച്ചു, എന്ന് മരിച്ചു, ചിലപ്പോൾ പ്രസ്താവന ചോദ്യങ്ങളിൽ അതും പ്രതീക്ഷിക്കാം. അപ്പൊ എല്ലാ കണ്ടന്റും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമതായിട്ട് വേണ്ടത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ വ്യക്തിയെ പറ്റി നിങ്ങൾ ഏതെങ്കിലുമൊക്കെ പ്രസിദ്ധീകരണങ്ങൾ വഴി കണ്ടിട്ടുള്ളതായിരിക്കും ഈ വ്യക്തിത്വം. സാമി ബസോ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം 2024 മരിക്കുകയുണ്ടായി. അദ്ദേഹം പ്രൊജേറിയ എന്നറിയപ്പെടുന്ന രോഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്നല്ല നമ്മൾ പറയുന്നത്, ഏറ്റവും വിഷമമുള്ള, നമ്മളൊക്കെ പറയുമ്പം അല്ലെങ്കിൽ നമ്മൾ ഈ ഇദ്ദേഹത്തിന്റെ കഥ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ജീവചരിത്രം അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ജീവിതമൊക്കെ വായിക്കുമ്പം നമുക്ക് മനസ്സിലാകുന്നത്, ഏറ്റവും നമുക്കൊന്നും ഈ പറയുന്ന പ്രൊജേറിയ അസുഖം, നമുക്ക് വന്നിട്ടുള്ള അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് 2 കൈ കൃത്യമായി തരുന്നുണ്ട്, 2 കാല് കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട്, നമുക്ക് എല്ലാം നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഭക്ഷണം കിട്ടുന്നുണ്ട്, വസ്ത്രം കിട്ടുന്നുണ്ട്. ഇതെല്ലാം നേടിത്തരാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്ക് തരാൻ വേണ്ടി ഒരു സ്നേഹനിധിയായ അമ്മ കാണും, അല്ലെങ്കിൽ അച്ഛൻ കാണും, സഹോദരങ്ങൾ കാണും, മിത്രങ്ങൾ കാണും. അപ്പൊ ഇതൊന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ ഇതൊന്നും ഒരു പോസിറ്റീവായിട്ടില്ലാത്ത ഒത്തിരി പേരുണ്ട്. അവരെ പറ്റിയുള്ള ഒരു കഥ പറയുമ്പം ഈ വ്യക്തിയെ പറ്റി പഠിച്ചേ മതിയാകൂ. സാമി ബസോ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം പ്രൊജേറിയ എന്ന രോഗത്തിന്റെ, അല്ലെങ്കിൽ ആ ഒരു പ്രൊജേറിയ രോഗികളിൽ ഒരു വ്യക്തിയാണ് സാമി ബസോ. 28 വയസ്സുള്ള വ്യക്തിയാണ്. കാരണം ഇദ്ദേഹം 2024 ഒക്ടോബർ 5 അന്തരിക്കുകയുണ്ടായി. ഈ പ്രൊജേറിയ രോഗത്തിന്റെ ഒരു ശാസ്ത്രീയ വശം ഇങ്ങനെയാണ്: അതിവേഗം വാർദ്ധക്യം സംഭവിച്ച് മരിക്കുന്ന ഒരു രോഗമാണ് പ്രൊജേറിയ. ഈ പ്രൊജേറിയ രോഗികളിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്ന വ്യക്തിയാണ് സാമി ബസോ. 28 വർഷക്കാലമാണ് ജീവിച്ചിരുന്നത്. അപ്പം നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത്, 28 വർഷം എന്തുകൊണ്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ചോദിച്ചാൽ, പ്രൊജേറിയ ബാധിച്ച ഒരു വ്യക്തി 13.5 വർഷക്കാലമേ ജീവിച്ചിരിക്കും. അതാണ് ശാസ്ത്രം പറയുന്നത്. പ്രൊജേറിയ ബാധിച്ചവരുടെ ശരാശരി ആയുസ് എന്ന് പറഞ്ഞാൽ 13.5 വർഷമാണ്. അങ്ങനെ ഈ 13.5 വർഷം ശാസ്ത്രലോകം പറഞ്ഞിട്ട് 28 വർഷക്കാലം ജീവിച്ചിരുന്ന വ്യക്തിത്വമാണ് സാമി ബസോ. 1995 വടക്കൻ ഇറ്റലിയിലെ വെനിറ്റോ മേഖലയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഈ പ്രൊജേറിയ രോഗത്തിന്റെ ഒരു അപരനാമമുണ്ട്. അതാണ് നമുക്ക് വേണ്ടത്. കാരണം ചോദ്യോർത്താവ് അത്രയ്ക്ക് ഡെപ്തിൽ പോകുന്ന സമയത്ത് ഇങ്ങനത്തുള്ള കണ്ടന്റുകൾ വന്നാൽ നമ്മളെ എഴുതാൻ പറ്റണം. ഹച്ചിൻസൺ ഗിൽഫോർഡ് സിൻഡ്രോം എന്നറിയപ്പെടുന്ന രോഗമാണ് പ്രൊജേറിയ ബാധിച്ചവരുടെ ശരാശരി ആയുസ് എന്ന് പറഞ്ഞാൽ 13.5 വർഷമാണ്. ലോകത്തിൽ ഇന്നേ കാലം വരെ ഏകദേശം 350 പ്രൊജേറിയ രോഗികളാണ് നിലവിലുള്ളത്. അതിൽ ഒരാളാണ് സാമി ബസോ. അദ്ദേഹം 28 വർഷക്കാലം ജീവിച്ചിരുന്നു സാമി ബസോ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ്, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി മറ്റൊരു വിയോഗമാണ് യാമിനി കൃഷ്ണമൂർത്തി.
ഇന്ത്യയിലെ പ്രമുഖ ഒരു നർത്തകിയാണ് അവർ. 1940 ഡിസംബർ 20-നാണ് ജനിക്കുന്നത്. 2024 ഓഗസ്റ്റ് 3-ന് മരിക്കുകയുണ്ടായി. അപ്പൊ യാമിനി കൃഷ്ണമൂർത്തിയുമായി ബന്ധപ്പെട്ട് നമുക്കൊരിക്കലും ജനിച്ച വർഷം മരിച്ച വർഷം എന്നതിലുപരി യാമിനി കൃഷ്ണമൂർത്തിയുടെ മേഖല എന്താണ്, യാമിനി കൃഷ്ണമൂർത്തിക്ക് ഏതെങ്കിലുമൊക്കെ പുസ്തകങ്ങളോ പ്രസിദ്ധീകരണങ്ങളോ ഉണ്ടോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ ഒന്നാമത്തത് യാമിനി കൃഷ്ണമൂർത്തിയുടെ ജീവിത കാലഘട്ടം 1940 2024. പ്രശസ്ത നർത്തകിയാണ്. ഭരതനാട്യം കുച്ചിപ്പുടി മേഖലയിലാണ് യാമിനി കൃഷ്ണമൂർത്തി പ്രാഗൽഭ്യം തെളിയിച്ചത്. 1968 ഈ പറയുന്ന പോയിന്റുകൾ ഇമ്പോർട്ടന്റ് ആണ്. 1968 ഇന്ത്യ പത്മശ്രീ പുരസ്കാരം കൊടുത്തു. 2001 പത്മഭൂഷൺ നേടി. 2016 പത്മവിഭൂഷൺ നേടി. യാമിനി കൃഷ്ണമൂർത്തിയുടെ ആത്മകഥയുടെ പേര് എ പാഷൻ ഫോർ ഡാൻസ്. ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇതേ പഠിക്കാവൂ, ഇതേ വരൂ എന്നല്ല ഞാൻ പറഞ്ഞത്. ഇങ്ങനെ വിയോഗങ്ങൾ പഠിക്കുമ്പം ഇങ്ങനത്തുള്ള ഏരിയ ആണ് നമുക്ക് വേണ്ടത്. ആ വിയോഗങ്ങളിൽ ആ വ്യക്തിക്ക് ഏതെങ്കിലും ആത്മകഥയുണ്ട്, ജീവചരിത്രമുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടന സ്ഥാപിച്ചിട്ടുണ്ട്, ഏതെങ്കിലും കൃതികൾ പ്രധാനപ്പെട്ടതാണ് എങ്കിൽ അതൊന്ന് ഫോക്കസ് ചെയ്തു പോകും. അതാണ് വിയോഗത്തിലൂടെ നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത്. ഈ വിയോഗം സംഭവിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണെങ്കിൽ അവരുടെ ആ പറഞ്ഞ വ്യക്തിയുടെ മരണ ഡേറ്റ് അല്ലെങ്കിൽ വിയോഗ ഡേറ്റ് ഉൾപ്പെടെ നിങ്ങൾ പഠിക്കുന്നത് നല്ലതാകും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിയോഗമാണ് നട്വർ സിംഗ്. നട്വർ സിംഗ് ഒരു ഇന്ത്യൻ രാഷ്ട്രീയ മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിത്വമാണ്. അദ്ദേഹം 1929 ജനിക്കുകയും 2024 ഓഗസ്റ്റ് 10-ന് മരിക്കുകയും ചെയ്ത വ്യക്തിയാണ് നട്വർ സിംഗ്. നട്വർ സിംഗിന്റെ പ്രത്യേകത 1984 അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചു. അദ്ദേഹം മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്നു. അദ്ദേഹം 2 തവണ കേന്ദ്ര മന്ത്രിസ്ഥാന പദവി വഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് നമുക്ക് വേണ്ടത്. വൺ ലൈഫ് ഈസ് നോട്ട് ഇനഫ്. വൺ ലൈഫ് ഈസ് നോട്ട് ഇനഫ് എന്ന ആത്മകഥ ആരുടേതാണ്? അത് നട്വർ സിംഗിൻ്റെതാണ്. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മലയാള സിനിമയിലൂടെ നമ്മുടെയൊക്കെ മനസ്സിലെ അമ്മ സ്ഥാനം വഹിച്ച കവിയൂർ പൊന്നമ്മയാണ്. കവിയൂർ പൊന്നമ്മ 1945 സെപ്റ്റംബർ 10-ന് ജനിക്കുന്നു. കവിയൂരിലാണ് ജനിക്കുന്നത്. 2024 സെപ്റ്റംബർ ഈ മാസം സെപ്റ്റംബർ 20-ന് മരിക്കുകയുണ്ടായി. അപ്പൊ കവിയൂർ പൊന്നമ്മയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വന്നാൽ എഴുതാൻ പറ്റണം. കവിയൂർ പൊന്നമ്മയുടെ പ്രത്യേകതകൾ: 2024 സെപ്റ്റംബർ 20-ന് അന്തരിക്കുന്നു. KPSC എന്നറിയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട KPSCയുടെ മൂലധനം എന്ന നാടകത്തിലൂടെയാണ് കവിയൂർ പൊന്നമ്മ അഭിനയത്തിലേക്ക് വരുന്നത്. 2021 പുറത്തിറങ്ങിയ ആണും പെണ്ണുമാണ് ഏറ്റവും അവസാനമായിട്ട് അഭിനയിച്ച ചിത്രം. 4 തവണ മികച്ച സഹനടിക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടി. അപ്പൊ കവിയൂർ പൊന്നമ്മ ചോദ്യോർത്താവിന്റെ മനസ്സിൽ ഇങ്ങനൊരു വിയോഗം ചോദ്യമായിട്ട് വന്നാൽ നമുക്ക് എഴുതാൻ പറ്റണം. അതേ ഞാൻ ചിന്തിച്ചുള്ളൂ. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് P. വേണുഗോപാൽ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മെഡിക്കൽ മേഖലയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു സർജനാണ് ഈ പറഞ്ഞ P. വേണുഗോപാൽ. അദ്ദേഹം 1942 ജനിക്കുന്നത്. 2024 ഒക്ടോബർ 8-ന് മരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പ്രത്യേകത, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മേഖല ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത, ഇന്ത്യയിൽ ആദ്യത്തെ ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ ഡോക്ടറാണ് ഈ P. വേണുഗോപാൽ. അദ്ദേഹമാണ് 82-ാമത്തെ വയസ്സിൽ മരിക്കുന്നത്. 1994 ഓഗസ്റ്റ് 3-ന് ഡൽഹിയിലെ എയിംസിലായിരുന്നു ഇന്ത്യയിൽ ആദ്യത്തെ ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. അതിന് നേതൃത്വം നൽകിയത് ഈ P. വേണുഗോപാലാണ്. അദ്ദേഹം ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ്. അദ്ദേഹത്തിന് 1998 പത്മഭൂഷൺ ലഭിച്ചു. അദ്ദേഹത്തിന്റെ ജീവചരിത്രം ഒന്ന് ഓർത്തു വെക്കുക. ഹാർട്ട് ഫെൽറ്റ്, ആത്മകഥയല്ല, അദ്ദേഹത്തിന്റെ ജീവചരിത്രമാണ് ഹാർട്ട് ഫെൽറ്റ്. അപ്പൊ P. വേണുഗോപാൽ ഒന്ന് ഓർത്തു വെക്കുന്നത് നല്ലതായിരിക്കും. അടുത്തത് രത്തൻ ടാറ്റ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്ത്യയിലെ തന്നെ പ്രമുഖരായിട്ടുള്ള ഈ പറയുന്ന വ്യവസായികളിൽ നിന്നെല്ലാം വ്യത്യസ്തനാകുന്ന ഒരു വ്യക്തിത്വമാണ് രത്തൻ ടാറ്റ. അങ്ങനെയാണ് നമ്മൾ പറയപ്പെടുന്നത്. അപ്പൊ രത്തൻ ടാറ്റയുടെ ജീവിത കാലഘട്ടം 1937 2024. രത്തൻ ടാറ്റയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ടാറ്റ ഗ്രൂപ്പിന്റെ ചെയർമാൻ നോയൽ ടാറ്റ ആണല്ലോ. അപ്പൊ രത്തൻ ടാറ്റയുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തു വെക്കുക. 1937 ഡിസംബർ 28-ന് ജനിക്കുന്നു. 2000 അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചു. 2008 പത്മവിഭൂഷൺ ലഭിച്ചു. 2024 ഒക്ടോബർ 9-ന് അന്തരിച്ച വ്യക്തിത്വമാണ് രത്തൻ ടാറ്റ. അപ്പൊ ടാറ്റ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് കറണ്ട് അഫയർ ഉണ്ട്, നോയൽ ടാറ്റ തുടങ്ങിയിട്ടുള്ള കണ്ടന്റുകൾ ഒന്ന് ഓർത്തു വെക്കുന്നത് നല്ലതായിരിക്കും. അടുത്തത് MM ലോറൻസിന്റെ വിയോഗമാണ്. ഈ വിയോഗങ്ങൾ മാത്രമല്ല മറ്റു വിയോഗങ്ങളൊക്കെ ഉണ്ട്. ആ ടെലഗ്രാം ഗ്രൂപ്പിൽ വളരെ വ്യക്തമായി PDF ആയിട്ട് ഓരോ വിയോഗങ്ങൾ ഓരോ ദിവസവും പ്രധാനപ്പെട്ടതാണെങ്കിൽ മാത്രം
ഉള്ളവരുടെ എല്ലാം ഉള്ള വ്യക്തി, ഇപ്പം ഞാൻ മരിക്കുന്നു, അതൊരു കേരള PSC ചോദ്യമായിട്ട് ഒരിക്കലും വരില്ല. അല്ലെങ്കിൽ എൻ്റെ ചുറ്റുപാടുള്ള വ്യക്തികൾ മരിക്കുന്നു, അതൊരിക്കലും ചോദ്യമായിട്ട് വരത്തില്ലല്ലോ. സമൂഹത്തിൽ നമ്മൾ പറഞ്ഞേക്കുന്ന സമൂഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകിയ എന്ന് സമൂഹം പരിഗണിക്കുന്ന കുറച്ച് വ്യക്തികൾ ഇവരുടെ വിയോഗം വരുന്ന സമയത്താണ് പരീക്ഷകളിൽ ചോദ്യമായി വരുന്നത്. അപ്പോൾ MM ലോറൻസിന്റെ പ്രത്യേകത, അദ്ദേഹം മുതിർന്ന CPM നേതാവാണ്, തൊഴിലാളി യൂണിയൻ നേതാവാണ്. അദ്ദേഹം കേരള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടും ഇന്ത്യൻ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട പ്രത്യേകതയുണ്ട്. 1980 ഇടുക്കിയിൽ നിന്ന് TS ജോണിനെ പരാജയപ്പെടുത്തി പാർലമെന്റിലേക്ക് ജയിച്ചു കയറിയ വ്യക്തിയാണ് MM ലോറൻസ്. അദ്ദേഹത്തിന്റെ ആത്മകഥ ഒന്ന് ഓർത്തു വെക്കുക, ഓർമ്മച്ചെപ്പ് തുറക്കുമ്പോൾ. ഈ MM ലോറൻസിന്റെ മരണ അനന്തര ചടങ്ങുകളുമായി ബന്ധപ്പെട്ടൊരു കോടതി കേസൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഏരിയ അല്ലെങ്കിൽ ഈ ഒരു MM ലോറൻസ് എന്നറിയപ്പെടുന്ന വ്യക്തിയെ തന്നെ വിയോഗത്തിന്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയത്. ഇത് മാത്രം പോരാ, ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ വിയോഗങ്ങളും, ഇതുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട വിയോഗങ്ങൾ, ആ വിയോഗങ്ങളുമായി ബന്ധപ്പെട്ട് മേഖലയാണെങ്കിൽ, ഇപ്പൊ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട, നമ്മൾ നേരത്തെ പറഞ്ഞു യാമിനി കൃഷ്ണമൂർത്തി, അവർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട, ഡാൻസ് മേഖലയുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ ഡാൻസുമായി ബന്ധപ്പെട്ടതാണ്, അവർക്കൊരു ആത്മകഥയുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഉള്ള ഏരിയ ആണ് നമുക്ക് വേണ്ടത്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഇത്രയും കണ്ടന്റ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആത്മാർത്ഥമായി പഠിക്കുക. വരാൻ പോകുന്ന മത്സര പരീക്ഷയിൽ ആദ്യ റാങ്ക് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞാൻ ഉറപ്പ് തരുന്നു, വരാൻ പോകുന്ന മത്സര പരീക്ഷകളിൽ കൃത്യമായി എല്ലാ ദിവസവും കറണ്ട് അഫയേഴ്സ് പബ്ലിഷ് ചെയ്യും. എല്ലാ ദിവസവും ഓരോ ടോപ്പിക്കും, കേരള ഹിസ്റ്ററി, കേരള നവോത്ഥാനം, ഇന്ത്യൻ എക്കണോമിക്സ്, സയൻസ് തുടങ്ങിയുള്ള എല്ലാ ടോപ്പിക്കും നമ്മൾ നിങ്ങൾക്ക് തരും. അതും പ്രോപ്പറായിട്ട് നിങ്ങളുടെ യൂട്യൂബിനകത്ത് അപ്ലോഡ് ചെയ്യും. അത് സൗജന്യമായി തന്നെ ആയിരിക്കും. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് മുഷിഞ്ഞ് പറയുന്നില്ല. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. 2025 വരാൻ പോകുന്ന 2025 നിങ്ങളുടെ വർഷമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.